ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാം. അങ്ങനെ നമ്മള് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാഗരക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. അവിടെ യാഗരക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി രാമനോട് പറയാണ്, വിദേഹ രാജ്യത്തിലെ ജനക മഹാരാജാവിന്റെ കയ്യിൽ എന്തായിരുന്നു വില്ലിന്റെ പേര്? എന്തായിരുന്നു വില്ലിന്റെ പേര്? പിനാകം എന്നൊരു വില്ലുണ്ട്. അതിനെ കുലച്ച് പൊട്ടിക്കുന്നവർക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കും. രാമന് താല്പര്യമുണ്ടോ? രാമൻ ഇവിടെ യാഗരക്ഷയ്ക്ക് വന്നാണ്. താല്പര്യമുണ്ടോ ചോദിച്ചാൽ എന്താ പറയാ? അങ്ങനെ മഹർഷി പറഞ്ഞത് അനുസരിക്കുകയും വേണം. അങ്ങനെ മഹർഷിക്ക് സമ്മതം കൊടുത്തു. അപ്പോ രാക്ഷസരെ ഒതുക്കാൻ വന്നവർ പെണ്ണ് കെട്ടാൻ പോകേണ്ട അവസ്ഥ വന്നു. നോക്കൂ, നിങ്ങള് പോയത് രാക്ഷസന്മാരെ ഒതുക്കാനാണ്, യാഗരക്ഷയ്ക്കാണ്. പക്ഷെ ഇപ്പം പെണ്ണ് കെട്ടേണ്ട അവസ്ഥയിലേക്ക് ആര് മാറി? രാമലക്ഷ്മണന്മാർക്ക് മാറേണ്ടി വന്നു. അങ്ങനെ അവർ പോകുന്ന സമയത്താണ് ഗൗതമാശ്രമത്തിലൂടെ പോകുന്നത്. ഈ ഒരു കഥ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഗൗതമ മുനി ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ട് ഇന്ദ്രൻ വെപ്രാളപ്പെട്ടു വന്നു എന്നാണ്. അങ്ങനെ ഇന്ദ്രൻ കാമമോഹിതനായി ഇദ്ദേഹത്തിന്റെ ഭാര്യ അഹല്യയെ പ്രാപിച്ചു എന്നാണ്. ഇത് കണ്ട് കോപിഷ്ഠനായി മുനി തിരിച്ചു വന്ന് ഇന്ദ്രനെയും ശപിച്ചു, ഭാര്യയെയും ശപിച്ച കഥയാണ്. അപ്പൊ ഭാര്യ കല്ലായി എന്നാണ് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത്. വാസ്തവത്തിൽ കല്ലായി എന്നുള്ളതല്ല അവിടെ. അത് വാൽമീകി മഹർഷി അങ്ങനെയല്ല പറയുന്നത്. നീ ആഹാരാദികളൊന്നുമില്ലാതെ വായുഭക്ഷിതയായി ആർക്കും കാണാൻ പറ്റാത്തവളായി മാറട്ടെ എന്നാണ്. ഏതുവരെ? രാമനെ സ്മരിച്ചിവിടെ കഴിയുക. രാമൻ ഒരു നാൾ ഇവിടെ വരുമ്പോൾ നിനക്ക് ശുദ്ധി ഭവിക്കും. നിനക്ക് തിരിച്ച് നിന്റെ ശരീരത്തിലേക്ക് നിനക്ക് വരാൻ പറ്റും. അപ്പൊ അന്ന് ആ മഹർഷിയുടെ ശാപം കൊണ്ട് സ്ഥൂല രൂപത്തെ സൂക്ഷ്മരൂപമാക്കി മാറ്റിയതാണ്. അത് എഴുത്തച്ഛന്റെ കാലായപ്പോഴേക്കും എന്തായി? അഹല്യ എല്ലാം കൂടി എന്തായി മാറി? കല്ലായി മാറി എന്നാണ്. ഈ കല്ലിലാണ് ആര് ചവിട്ടുന്നത്? രാമൻ ചവിട്ടുന്നത്. അങ്ങനെ ഒരു ധാരണ നമ്മൾ തെറ്റായ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. ഏതായാലും ആ പവിത്ര സ്ഥലത്ത് എത്തുമ്പോൾ രാമന്റെ സന്നിധിയിൽ, രാമന്റെ സാന്നിധ്യം കൊണ്ട്, രാമന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് അപ്രത്യക്ഷമായി നിന്ന, സൂക്ഷ്മമായി നിന്ന അഹല്യ തിരിച്ചു വീണ്ടും എല്ലാ പാപത്തിൽ നിന്നും മോചിതയായി തീർന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഈ കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിന്റെ ഏറ്റവും സവിശേഷമായ ഒരു മഹത്വമാണ്. അതായത് മനുഷ്യ മനസ്സുണ്ടല്ലോ, അത് നമ്മള് നിസ്സാരമായി കാണരുത്. കാരണം മനസ്സിനകത്ത് സംശയങ്ങളുണ്ട്, കുറ്റബോധങ്ങളുണ്ട്, പലർക്കും പലതരത്തിലുള്ള ചിന്തകൾ, ആദിവ്യാധികളൊക്കെ മനസ്സിലുണ്ട്. ഉണ്ടോ? അപ്പൊ മനസ്സെന്ന് പറയുന്നതിനെ പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണും. എന്നാൽ നോക്കൂ, നിങ്ങൾ പലരുടെയും ജീവിതം താളം തെറ്റിക്കുന്നത് മനസ്സാണ്. മദ്യത്തിന്, മയക്കുമരുന്നിന്, പണത്തിന്റെ ആർത്തിയില് പല ഷോർട്ട് കട്ടുകളും എടുക്കാൻ പറയുന്നത് ആരാണ്? മനസ്സാണ്. എടുത്തുചാട്ടം ചെയ്യുന്നത്, അല്ലേ? ക്രോധം കൊണ്ട് തകർക്കുന്നത് ഒക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. ദേഷ്യം വന്നു, അച്ഛനെ ചവിട്ടി, അമ്മയെ അടിച്ചു, ഇതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഉണ്ടോ? അപ്പൊ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് നമ്മളെപ്പോഴും അതിനെ നിസ്സാരമായി കാണരുത്. കാരണം ഒരാളുടെ ജീവിതത്തെ താളം തെറ്റിക്കാനും ദുർബലമാക്കാനും തളർത്താനും ആർക്ക് സാധിക്കും? മനസ്സിന് സാധിക്കും. നിങ്ങൾ നോക്കൂ, അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ കരുത്തൻ എന്നാ വിചാരിച്ചത്. പക്ഷെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ കൂടെ കണ്ടപ്പോഴേക്കും അർജുനൻ മാനസികമായി തളർന്നു എന്നതാണ്. അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്നതാണ് ഭാരതീയരുടെ വിഷയം. അതുകൊണ്ടാണ് ലോകത്തില് ഈ സ്പിരിച്വൽ സൈക്കോളജി എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ഇന്നിപ്പോ കുട്ടികൾ സൈക്കോളജി മാത്രമേ പഠിക്കുന്നുള്ളൂ, മനഃശാസ്ത്രമേ പഠിക്കുന്നുള്ളൂ. സ്പിരിച്വൽ സൈക്കോളജി അത് ഭാരതത്തിനേ ഉള്ളൂ.
അതാണ് കൃഷ്ണനൊക്കെ പഠിച്ചിരിക്കുന്നത്. അതായത് ഒരു മനസ്സിനെ എപ്രകാരമാണ് ഉയർത്തിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കൗൺസിലിംഗ് എന്നൊരു സിസ്റ്റം ഉണ്ട്. ഈ കൗൺസിലിങ്ങിനൊക്കെ പോയി കുറെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ കൊടുത്ത് ഒരാളുടെ തോട്ട് പ്രോസസ്സിനെ ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസോ അല്ലെങ്കിൽ സൈക്കോ ക്ലിനിക്കൽ വർക്ക് ചെയ്യുന്നവരോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇവരൊക്കെ മനസ്സിൽ പല കാര്യങ്ങളും പറഞ്ഞ് ഒരാളെ ബോധ്യപ്പെടുത്തി അയാളെ കുറേയൊക്കെ കഴിവുള്ള ഒരു കരുത്തുള്ള വ്യക്തിയാക്കി മാറ്റുന്നു. പിന്നെ മരുന്ന് കൊണ്ടും കുറെ മാറ്റങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം, അവനവന്റെ പ്രയത്നമില്ലാതെ ഇതൊന്നും നിലനിൽക്കില്ല. ഇതെല്ലാം താൽക്കാലികമായി കെട്ടിപ്പടുക്കുന്ന ഇപ്പൊ നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന കെട്ട് ഇതുപോലെയാണ്. അവിടെ വലിയ വലിയ കെട്ടുകാഴ്ചകളൊക്കെ കാണും. നമ്മൾ വിചാരിക്കും ഈ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം കേവലം ഒരു താൽക്കാലികം മാത്രമാണ്. ഉത്സവം കഴിഞ്ഞാൽ അതെല്ലാം പൊളിച്ചു മാറ്റും എന്നതുപോലെയാണ് മനുഷ്യന്റെ വ്യക്തിത്വത്തില് അച്ഛനമ്മമാര് എത്ര കുട്ടികളോട് പറഞ്ഞാലും അതൊക്കെ അവരുടെ ഉള്ളിൽ കൊള്ളുന്നതും ഉൾക്കൊള്ളുന്നതും വളരെ കുറച്ച് മാത്രമാണ്. അതാണ് പല രക്ഷിതാക്കളും പറയാ, ഓ ഈ കുട്ടി ഇങ്ങനെ ആയിരുന്നില്ല, ഇവളാകെ മാറിപ്പോയി, അല്ലെങ്കിൽ ഇവനാകെ മാറിപ്പോയി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സ്വന്തം പ്രയത്നമില്ലെങ്കിൽ എപ്പോ വേണമെങ്കിലും ഒരു വ്യക്തിക്ക് കൂപ്പുകുത്തി താഴെ വീഴാൻ പറ്റും. അപ്പൊ നമ്മള് ഒരു ധാരണ രക്ഷിതാക്കൾ ഉണ്ടാക്കി വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വളർത്തുന്നത് കൊണ്ട്, ഞങ്ങൾ സ്നേഹവാത്സല്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ കുട്ടികളെല്ലാം നല്ല രീതിയിൽ നിൽക്കുന്നത് എന്നാണ്. പക്ഷേ നമ്മൾ കെട്ടിപ്പടുത്ത ഒരു താൽക്കാലിക ഷെഡ് മാത്രമാണ് അവരുടെ മനസ്സെന്ന് പല രക്ഷിതാക്കളും അറിയുന്നില്ല. അവനവന്റെ കൈവിട്ടു പോയാൽ ആ മനസ്സ് അവരെ താളം തെറ്റിക്കും എന്ന് പലരും അറിയുന്നില്ല. നിങ്ങൾ നോക്കൂ, എത്ര കുട്ടികളാണ് കാമുകന്റെ കൈ കൊണ്ട് കുത്തേറ്റ് മരിച്ചിട്ടുള്ളത് അല്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു എന്നറിയില്ല, ഒരു വലിയ കോടീശ്വരന്റെ മകൻ കല്യാണം കഴിച്ചു ഒരു പെണ്ണിനെ. കല്യാണം കഴിച്ചില്ല, എല്ലാം അറേഞ്ച്മെന്റും എൻഗേജ്മെന്റും ഒക്കെ ആയി കഴിഞ്ഞ് ഈ പയ്യനെയും കൂട്ടി കൊണ്ടുപോയി, വായിച്ചില്ലേ നിങ്ങള്? വളരെ ഒരു അവനെ കൊണ്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രയൊക്കെ ചെയ്യിച്ച് 2-3 തവണ ട്രയലൊക്കെ നടത്തി അവസാനം അവനെ തള്ളിയിട്ട് കൊല്ലുകയാണ്, അവളും കാമുകനും കൂടി ചേർന്നിട്ട്. വലിയ കോടീശ്വരന്റെ മകനാണ്, കോടിക്കണക്കിന് ആസ്തിയൊക്കെ ഉണ്ട്. ഈ കഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ താനൊരു ചതിയിലാണ് നിൽക്കുന്നതെന്ന് ഈ പാവം അറിയുന്നില്ല. പിന്നെ അതൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് അല്ലേ? ഇവിടെയൊക്കെയാണ് നമുക്ക് ആത്മീയത ആവശ്യമാണ്. എന്താണ് ഈ ആത്മീയത എന്ന് പറഞ്ഞാല്? വരാൻ പോകുന്ന അപകടങ്ങളെ വിവേകം കൊണ്ട് അറിയാനും സാധിക്കണം, അപകടങ്ങളിൽ നിന്ന് നമ്മളെ ഉയർത്തിയെടുക്കാനും സാധിക്കണം. അപ്പൊ അപകടങ്ങളെ അറിയാതെ പോയാൽ ജീവിതം ശൂന്യമാവും, ജീവിതം ശൂന്യതയിലേക്ക് താഴും. ആരെ പോലെ? അഹല്യയെ പോലെ. അപ്പൊ തൻ്റെ മുന്നിൽ ഭർത്താവിന്റെ രൂപത്തിൽ വരുന്ന ഇന്ദ്രനെ, കാമമോഹിതനായി വരുന്ന ഇന്ദ്രനെ കണ്ടിട്ട് അഹല്യക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഈ ഭർത്താവിന് ഇത്ര പെട്ടെന്നൊരു വികാരം കയറി വരുമോ? എന്താ ഇദ്ദേഹത്തിന് ഇത്ര ഒരു സെക്ഷൽ ആയിട്ടുള്ള ഭയങ്കര ഒരു തേഴ്സ്റ്റ് വന്നിരിക്കുന്നത്? ഇതൊന്നും ചിന്തിച്ചില്ല. അവരാ സമയത്ത് ഭർത്താവിന്റെ കൂടെ ലൈംഗികമായ സുഖങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ്. അത് തിരിച്ചു വരുമ്പം ഗൗതമൻ കാണുകയാണ്, ഇന്ദ്രൻ ഇറങ്ങി വരുന്നതൊക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം കോപിഷ്ഠനായിട്ട് ഈ ഇന്ദ്രനെയും ഭാര്യയെയും ശപിക്കുന്നത്. അപ്പൊ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഭർത്താവല്ല, ഇത് വേഷം മാറി വന്ന ഇന്ദ്രനാണെന്ന് തിരിച്ചറിയാൻ ആർക്ക് പറ്റിയില്ല? അഹല്യക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് അഹല്യക്ക് ഏതുപോലെ ആവേണ്ടി വന്നത്? കല്ലായിട്ട് എന്നുള്ളതില്ല. രാമായണത്തില് ശരിക്കും പറഞ്ഞാൽ ഒറിജിനലി കല്ലല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കല്ലെന്ന് പറയുന്നത് ഏറ്റവും സ്ഥൂല രൂപം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുകയാണ്. അതായത് ഒരു നല്ലൊരു ജന്മത്തിൽ നിന്നും ഒരു സൂക്ഷ്മ ജീവിതത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ശൂന്യ ജീവിതത്തിലേക്ക് മാറി, ഒരു ശൂന്യതയിലേക്ക് വന്നു. ആ ശൂന്യത ആരാ സൃഷ്ടിച്ചത്? ഗൗതമന്റെ ശാപമല്ല, മറിച്ച് തൻ്റെ തന്നെ
കർമ്മമാണ്. ഈ കർമ്മം എന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു? തിരിച്ചറിവില്ലാത്തത് കൊണ്ട്, അല്ലേ? അപ്പൊ തിരിച്ചറിവ് മനുഷ്യന്റെ ബുദ്ധിക്ക് നഷ്ടപ്പെട്ടു പോയാൽ ചില കർമ്മങ്ങൾ നമ്മളെ പിടിച്ച് താഴ്ത്തിക്കളയും. മനസ്സിലായില്ലേ? അപ്പൊ ആ തിരിച്ചറിവ് ഉണ്ടാവാൻ ഒരു ഗുരുത്വം വേണം. അതിനാണ് നമുക്ക് ആത്മീയത ആവശ്യമായി തീരുന്നത്. അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് വളരെയധികം ആവശ്യമുള്ളതാണ്. കാരണം പണ്ടത്തേതിനേക്കാളും ഇത്തരത്തിലുള്ള കഥകളും അനുഭവങ്ങളും കൂടി വരുന്ന കാലഘട്ടമാണിത്. ആണോ? ഇന്ന് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ നമ്മൾ കാണുന്നത് രാമന്റെ സാന്നിധ്യം കൊണ്ട് അഹല്യ തിരിച്ചു വന്നു എന്നാണ്. എന്താ മനസ്സിലാക്കേണ്ടത്? രാമൻ എന്നാൽ നമ്മൾ അർത്ഥമെടുക്കേണ്ടത് രാമൻ എന്നൊരു വ്യക്തിയല്ല, രാമൻ എന്നൊരു സാധനയാണ്. ഇതാണ് സാധന. അതായത് മന്ത്രസാധന, പ്രാണായാമം, ജപം, ധ്യാനം, ഇതൊക്കെ കൺസിസ്റ്റന്റ്ലി ഒരാള് ചെയ്തുകൊണ്ടിരുന്നാൽ ബ്രെയിനകത്ത് ആൽഫ ബീറ്റ വേവ്സുകളൊക്കെ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ഇന്റലിജൻസ് വേവ്സുകളുണ്ട്. ഈ തോട്ട് പ്രോസസ്സുകൾ നടക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ, ലക്ഷണങ്ങളെ കൊണ്ട് കാണിച്ചു തരാൻ ബുദ്ധിക്ക് സാധിക്കും. ചിലതൊക്കെ അപകടങ്ങളാണെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും വിളിച്ചു പറയും. ചിലതൊക്കെ നമുക്ക് തന്നെ കണ്ണ് കടിച്ചിട്ടോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത കൊണ്ടോ നമുക്ക് ചില ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാവും. ചില കാര്യങ്ങളിൽ തലയിടുമ്പം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതെന്തോ ചില ലക്ഷണങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തും. ഇത് പണ്ടുള്ളവർക്ക് അറിയുമായിരുന്നു. അതുകൊണ്ടാണ് അവർ പറയുക ലക്ഷണം ശരിയല്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഈ നമ്മുടെ ഈ ജ്യോതിഷത്തില് വെറ്റില വെച്ചുകൊണ്ടുള്ള ജ്യോതിഷ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ സ്വർണ്ണ പ്രശ്നങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടോ? അഷ്ടമംഗല്യ പ്രശ്നമുണ്ട്. അപ്പൊ ഈ ജ്യോതിഷിയെ ക്ഷണിക്കാൻ പോകുന്ന ആൾ എങ്ങനെയാണ്? കൈ കെട്ടിയിട്ടാണോ? കൈ എവിടെയാ വെച്ചത്? കൈ പിന്നിലാണോ? ഇതൊക്കെ നോക്കിക്കൊണ്ട് ലക്ഷണങ്ങൾ പറയവര്. അപ്പൊ അതൊക്കെ ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ട് എന്താണ് നടക്കുന്ന കാര്യം ശരിയാവോ ഇല്ലയോ എന്നത് കൃത്യം പറയും. അത് ചിലർക്ക് അവരുടെ ബുദ്ധിയുണ്ട്, നല്ലൊരു സൂക്ഷ്മ ബുദ്ധിയുണ്ട്. ഇത് ഉപാസനയുള്ളവർക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ചില അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും. ആ അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കാതെ പോകുമ്പോഴാണ് നല്ലൊരു ജീവിതത്തിൽ നിന്നും താഴ്ന്ന ജീവിതത്തിലേക്ക്, സൂക്ഷ്മ ജീവിതത്തിലേക്ക്, ശൂന്യ ജീവിതത്തിലേക്ക് ഒരാള് അധപ്പതിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അഹല്യ എന്ന് പറയുന്നത് മുനിയുടെ ഭാര്യയാണെങ്കിലും ഒരു കൈപ്പിഴ വന്നതോടെ ആ മുനിയുടെ ഭാര്യാസ്ഥാനത്തിൽ നിന്നും ഒരു ശൂന്യ ജീവിതത്തിലേക്ക് ആർക്ക് മാറേണ്ടി വന്നു? അഹല്യക്ക് മാറേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് വിദ്യാഭ്യാസം കൊണ്ട് പലരും ഉന്നതരാവുന്നുണ്ട്, സമ്പത്ത് കൊണ്ട് ഉന്നതരാവുന്നുണ്ട്. പക്ഷേ പല അപകടങ്ങളെയും മുൻകൂട്ടി കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവര് നേരെ കുത്തനെ ശൂന്യതയിലേക്ക് ജീവിതം മാറിപ്പോകുന്നു. ഇല്ലേ? കാണുന്നുണ്ടല്ലോ. ഇന്ന് നമ്മളത് ധാരാളം കണ്ടുകൊണ്ടിരിക്കുക. ഇന്നിപ്പം അച്ഛനമ്മമാർക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ജോലി. എങ്ങനെയെങ്കിലും കുട്ടികൾക്ക് നല്ല ജോലി വേണം, ഒരു കല്യാണം, നല്ലൊരു ജീവിതം എന്നൊക്കെയാണ്. പക്ഷെ അവിടെ എത്തൂ എന്നുള്ളത് മുൻകൂട്ടി കാണാൻ പോലും അച്ഛനമ്മമാർക്ക് സാധിക്കുന്നില്ല. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ ആവശ്യകത പണ്ടത്തേതിനേക്കാളും കൂടുതലാണോ കുറവാണോ? പഴയ കാലത്തിനേക്കാളും ഈ ചതികളും വഞ്ചനകളും ക്രൂരതകളും പറ്റിക്കലും കൂടുതലാണോ കുറവാണോ? പറയൂ. കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ മൊബൈൽ എടുത്താൽ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾക്ക് ആരുടെയെങ്കിലും പോലീസിൽ നിന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ കസ്റ്റംസിൽ നിന്നോ ആരെങ്കിലുമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം സൈബറിനെ അറിയിക്കണം. കാരണം ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം വമ്പൻ തട്ടിപ്പുകളാണെന്നുള്ള വാർത്ത നമ്മുടെ ഫോണിൽ വരുന്നില്ലേ? ഉണ്ടോ? ഇടക്കാലത്ത് നിന്നിരുന്നു, ഇപ്പൊ വീണ്ടും വരാൻ തുടങ്ങിയത്. അപ്പൊ അതിനർത്ഥം എന്താണ്? വീണ്ടും ഇത്തരം തട്ടിപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ ഏതൊക്കെ രീതിയിലാണ് തട്ടിപ്പുകൾ ഉണ്ടാക്കുന്നത് നോക്കൂ. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ എന്തൊക്കെയാണ് അപകടം എന്നുള്ള ഒരു കരുത്തിലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പുതിയ പുതിയ തട്ടിപ്പുകളുടെ ലോകത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കോടികളുടെ തട്ടിപ്പ്. പണ്ടൊക്കെ ലക്ഷങ്ങളുടെ തട്ടിപ്പായിരുന്നു, ഇപ്പം കോടികളുടെ തട്ടിപ്പിലേക്കൊക്കെയാണ് മനുഷ്യൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അഹല്യ എന്നത് ഇതൊന്നും
കേവലം ചരിത്രത്തിൽ കടന്നു പോകുന്ന കഥാപാത്രങ്ങളല്ല, ഇവരൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഇന്നലെ ഗൗതമന്റെ ഭാര്യയായിരിക്കാം അഹല്യ, ഇന്ന് നമ്മളിൽ ഓരോരുത്തരിലുമായിരിക്കാം അഹല്യ, തലമുറകളിൽ ആരെങ്കിലും ആയിരിക്കാം. അവർക്ക് പറയൂ അഹല്യ എന്നുള്ളത്. മനസ്സിലാവുണ്ടോ ഇത്? അപ്പൊ അഹല്യയുടെ കഥയ്ക്ക് അതിനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമ്മുടെ കുട്ടികൾ ഇത് മനസ്സിലാക്കി വെക്കണം. അല്ലാതെ ഈ രാമായണത്തിലെ അഹല്യയുടെ കഥ വായിച്ചിട്ട് പാവം കല്ലായിപ്പോയി. എന്തായാലും രാമൻ വന്നു, കാല് വെച്ചപ്പോ കല്ല് അഹല്യയായി മാറി. ഇതെന്തൊരു മാജിക്കാണത്. അപ്പൊ രാമന്റെ കാല് എവിടെ വെച്ചാലും, അപ്പൊ അതിനൊരു തമാശയായിട്ടുള്ള ഒരു ഭാഗമുണ്ട് രാമായണത്തില്. ഒരു തമാശയുടെ ഒരു ഭാഗമുണ്ട്. അത് വ്യാസരാമായണത്തിലാണുള്ളത്. എഴുത്തച്ഛന്റെയും ഇല്ല, വാത്മീകിയിലും ഇല്ല. അതായത് രാമൻ സീതാദേവിയും ലക്ഷ്മണനൊക്കെ ആയിട്ട് കാട്ടിൽ പോവുകയാണല്ലോ. അപ്പൊ കാട്ടിൽ പോകുന്ന സമയത്ത് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് ഗുഹന്റെ അടുത്ത് താമസിച്ച് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. അപ്പൊ അവർക്കൊരു പുഴ കടന്നു പോകണം, ഗംഗ കടക്കണം. അപ്പൊ ഈ ഗംഗാ പുഴ കടക്കണ സമയത്ത് ആ പുഴ കടത്തുകാരൻ രാമനോട് പറഞ്ഞു, പാദാംബുജം, ഞാൻ അവിടുത്തെ പാദാംബുജം ക്ഷാളയാമി, ഒന്ന് കഴുകാൻ പോവുകയാണ്. രാമ, എന്റെ ബോട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അങ്ങയുടെ കാലൊന്ന് ഞാൻ കഴുകാൻ പോവുകയാണ്. അപ്പൊ രാമൻ ചോദിച്ചു, എന്തിനാണെന്ന്. മാനുഷീകരണ ചൂർണമസ്ഥിതേ പാദാംബുജം എന്നാണ്. അങ്ങയുടെ കാലിൽ ഒരു തരം പൊടിയുണ്ട് എന്നാണ്. ഈ പൊടിക്കൊരു കുഴപ്പമുണ്ട്, അത് കല്ലിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കല്ല് പെണ്ണാവുന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ കാര്യം ഉണ്ടല്ലോ, അങ്ങയുടെ ഈ കാലിന് അകത്തുള്ള പൊടി എങ്ങാനും എൻ്റെ ബോട്ടിൽ പറ്റിയാൽ കല്ലും മരവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ രാമ? എൻ്റെ ബോട്ട് എങ്ങാനും ഒരു പെണ്ണായി മാറിയാൽ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല, എൻ്റെ കുടുംബത്തിലാകെ പ്രശ്നങ്ങളാവും. അതുകൊണ്ട് രാമൻ കാല് വെക്കുന്നതിന് മുമ്പ് ആ കാലൊന്ന് കഴുകണം. കാരണം മാനുഷീകരണ ചൂർണമസ്ഥിതേ പാദാംബുജം എന്നാണ്. മനുഷ്യനെ സൃഷ്ടിക്കുന്ന കഴിവ് അങ്ങയുടെ കാലിലെ പൊടികൾക്കുണ്ട് എന്നൊരു തമാശ രൂപത്തിൽ പറയുന്നതാണ്. അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ആ രൂപത്തിലാവരുത് കഥ. നമ്മൾ ഈ കഥയെ എടുക്കേണ്ടത് എന്തായിരിക്കണം? നമ്മൾ ഈ കഥയെ മനസ്സിലാക്കേണ്ടത് ഏത് വിധത്തിലായിരിക്കണം? അല്പം വിവേകബുദ്ധി നഷ്ടപ്പെട്ടാൽ, ചില അപകടങ്ങളെ മുൻകൂട്ടി കാണാതെ പോയാൽ, ചില അപകടങ്ങളുടെ കയ്യിൽപ്പെട്ടാൽ എത്ര നല്ല ജീവിതം ഉണ്ടായിട്ടും പറയൂ കാര്യമില്ല. ശൂന്യതയിലേക്ക്, ഒന്നുമില്ലായ്മയിലേക്ക്, അപകടങ്ങളിലേക്ക് ജീവിതം വീണു പോകും ഒരു വശത്ത്. രണ്ടാമത്, അങ്ങനെ വീണു പോയാൽ പോലും അത് തകരാനാവരുത്. എന്ത് ചെയ്യണം? രാമസ്മരണത്തിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ ജീവിതത്തെ ഉയർത്തി കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ആരുടെ ജീവിതവും ദുരിതത്തിന്റെ ജീവിതമല്ല. നമുക്ക് ശരിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയ നല്ലതാണ്. ഈ ദുരിതം എപ്പോഴാണ് ദുരിതമാവുന്നത്? അത് തന്നെ ഇരുന്ന് അയവിറക്കുമ്പോഴാണ്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ കഴിവാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. മനസ്സിന് 3 സാധനങ്ങളുണ്ട്. മനസ്സിനുള്ളതാണ് ബോധം, ശ്രദ്ധ, സ്വാതന്ത്ര്യം. ഏതൊക്കെയാണ്? ബോധമുണ്ട് നമുക്ക്, ശ്രദ്ധയുണ്ട് നമുക്ക്, സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡമുണ്ട്. എന്താ ഫ്രീഡം? നിങ്ങൾ മൊബൈൽ എടുത്തു. ഇപ്പൊ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്താൽ യൂട്യൂബിൽ പോയി എന്തും കാണാം അവർക്ക്. നിങ്ങൾ ഇപ്പൊ സിനിമാ പാട്ടാണ് പറഞ്ഞെങ്കിൽ അത് വരും, ഓൾഡ് മലയാളം സോങ് അത് വരും, അല്ല മൂവിയാണ് കാണണമെങ്കിൽ അത് കിട്ടും, കാർട്ടൂൺ ആണ് കാണേണ്ടതെങ്കിൽ അത് കിട്ടും. ഉണ്ടോ? ഇനി പ്രഭാഷണമാണ് കേൾക്കേണ്ടതെങ്കിൽ അതും കിട്ടും. ആചാര്യന്മാരുടെയൊക്കെ പ്രഭാഷണമുണ്ട്, ധാരാളം നാരായണീയമുണ്ട്. ഉണ്ടോ? ഇനി ക്ലാസിക്കൽ പാട്ടാണ്, ഹിന്ദി പാട്ടാണ്, ഏതാണോ വേണ്ടത് എല്ലാം യൂട്യൂബിലുണ്ട്. ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്താണോ സെലക്ട് ചെയ്യുന്നത് അതല്ലേ വരുള്ളൂ. ആണോ? ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ കൊറിയൻ പാട്ടാണ് പഠിക്കുന്നത്. ജീവിതം തന്നെ ചൊറിയനാണ്. ഇനി അതിന്റെ മുകളിലാണ് ഏത്? ആ ഭാഷ പോലും അവർക്ക് അറിയില്ല, എന്നാലും കൊറിയൻ പാട്ടിലേക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഒരു താളവും അതിൻ്റെ ഒരു ചില ശബ്ദങ്ങളും അവരെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു പാട്ട് പാടി എൻ്റെ മുന്നിൽ നിന്ന്. എന്നിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട്? എനിക്കൊരു കുന്തവും മനസ്സിലായില്ല.
ഞാൻ വിചാരിച്ചത് എന്താ പട്ടി കരയാണോന്ന്. ഞാൻ ചോദിച്ചു എന്താ മോളെ ഈ പാട്ടെന്ന് പറയുമ്പോൾ ഇത് കൊറിയൻ പാട്ടാണ് സ്വാമി എന്ന്. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ചൊറിയാൻ വരണോന്ന്. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ പുതിയ പുതിയ മോഡല് കുട്ടികളുടെ ജനറേഷൻ അങ്ങനെയാണല്ലോ. എന്നാലും നമ്മൾ അവരെ മുന്നിൽ നോക്കി പറയരുത് തെറ്റാണ്, നല്ലതാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. വേറെന്ത് പറയാനാണ്? അപ്പൊ പറഞ്ഞു വരുന്നത് മനുഷ്യന് എന്തും കാണാനും എന്തും സെലക്ട് ചെയ്യാനും ഉള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം നമ്മൾ വേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ കുറെ കഴിഞ്ഞാൽ എന്ത് ശീലിക്കുന്നോ അത് ജീവിതമായി തീരും. ഇപ്പൊ ചിലവരൊന്നും ഒരു കൃത്യനിഷ്ഠയോ അനുഷ്ഠാനങ്ങളോ ഇല്ലാതെ കാലത്തെണീറ്റു, പുട്ടും കടലയും കഴിച്ചു, പിന്നെ കഞ്ഞി കുടിച്ചു, ചോറുണ്ടു, പിന്നെ അത് കഴിഞ്ഞാൽ കാപ്പി കഴിച്ചു, കിട്ടിയാൽ അതിൻ്റെ കൂടെ പരിപ്പ് വടയും കൂടെ കഴിച്ചു, അത് കഴിഞ്ഞാൽ വൈകുന്നേരം ആയാൽ ഷുഗർ ആയതുകൊണ്ട് ചപ്പാത്തിയും കഴിച്ച് ഈ രീതിയിൽ വെറും കഴിക്കലും കിടക്കലും മാത്രമായി ജീവിതം കൊണ്ട് നടന്നാൽ ചൊറി പറയുന്നതിൽ നിന്ന് അധികമൊന്നും മാറാൻ പറ്റില്ല. അപ്പൊ നേരെ മറിച്ച് കുറച്ച് സമയം കാലത്തെണീറ്റു, അമ്പലത്തിൽ പോകാൻ പറ്റിയാൽ പറ്റി, വിഷ്ണു സഹസ്രനാമം ചൊല്ലി കുറച്ചൊക്കെ ഒരു മെനക്കെടാൻ പറ്റിയാൽ വൈകുന്നേരം ആയാൽ ലളിതാ സഹസ്രനാമം ചൊല്ലി കുറേയൊക്കെ ഒരു ചിട്ടകൾ ജീവിതത്തിൽ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധ അതിലേക്ക് ഉയരും തോറും ഈ കല്ലുപോലുള്ള ജീവിതത്തിൽ നിന്നും ഉയരാൻ സാധിക്കും. അപ്പൊ ഏത് ദുഃഖത്തിന്റെ കല്ലിൽ നിന്നും അല്ലെങ്കിൽ ഏത് ദുഃഖത്തിന്റെ ശൂന്യതയിൽ നിന്നും ഏത് വിഷമങ്ങളുടെ കാർമ്മികത്തിൽ നിന്നും ഏത് ജീവിതത്തിന്റെ നിരാശകളിൽ നിന്നും അനുഷ്ഠാനത്തിലൂടെ മനുഷ്യന് ഉയരാൻ പറ്റുമല്ലയോ? പറയൂ. എന്നിട്ട് എന്തേ ജനങ്ങൾ ദുഃഖത്തിൽ വീഴുന്നത്? കാരണം അവർക്ക് അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യാനുള്ളൊരു മനസ്സോ ശ്രദ്ധയോ താല്പര്യമോ ഇല്ല. അതാണ് ഗുരുത്വമില്ലായ്മ എന്ന് പറയുന്നത്. ഒരു ഗുരുത്വമുള്ള ജീവിതം മനുഷ്യനുണ്ടാവണം. വേണോ? അത് നമ്മുടെ കുട്ടികൾക്കൊന്നും ഇല്ല. കുട്ടികൾ അത് ആരും പറഞ്ഞു കൊടുത്തില്ല. കാരണം അച്ഛനും അമ്മയും വിചാരിച്ചിരിക്കുന്നത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ കുട്ടികളുടെ കാര്യം കൂടി ആര് നോക്കിക്കോളും? ദൈവം ഹോൾസെയിൽ എടുത്തിരിക്കുന്ന പോലെയാണ്. റീറ്റെയിൽ മാത്രമല്ല, മക്കളുടെ കാര്യമൊക്കെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, അവനവനെ ഉയർത്താൻ അവനവന് മാത്രമേ സാധിക്കുള്ളൂ. ഈ അവതാരങ്ങൾ പോലും പ്രയത്നിച്ചിട്ടാണ് ഉയർന്നിരിക്കുന്നത്. കൃഷ്ണനായാലും പ്രയത്നിച്ചിട്ടുണ്ട്, രാമനായാലും പ്രയത്നിച്ചിട്ടുണ്ട്. ഗുരുക്കന്മാർ അവർക്ക് വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇത് എവിടെയോ ഹിന്ദുക്കൾ പഠിച്ചില്ല. കാരണം അവരൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞ മാർഗത്തിലൂടെ ചരിച്ചവരാണ്. ഗുരുക്കന്മാർ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അനുഷ്ഠാനങ്ങൾ ചെയ്തവരാണ് രാമനും കൃഷ്ണനും എന്നല്ല നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് അവരൊക്കെ ദൈവങ്ങളാണ്, ദൈവങ്ങളായതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവർ നമ്മുടെ കാര്യങ്ങൾ നോക്കും എന്നൊരു തെറ്റായ ധാര ഹിന്ദുക്കൾക്കുണ്ടോ ഇല്ലയോ? പൊതുവേ ഉണ്ടോ ഇല്ലയോ? പറയൂ. രാമനായത് പ്രയത്നം കൊണ്ടാണെന്ന് നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒന്നും മിണ്ടാത്തത്. കൃഷ്ണനായത് പ്രയത്നം കൊണ്ടാണെന്ന് നമ്മളാരെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറയൂ. അപ്പൊ നമ്മൾ ഇതൊന്നും കേൾക്കുന്നില്ല, നമ്മളിതൊന്നും പഠിക്കുന്നില്ല. അപ്പൊ തെറ്റ് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് വേണ്ടി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി എന്നുള്ള കഥയുണ്ടോ? ഇല്ല. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രാഹ്മേ മുഹൂർത്ത ഉത്തായ വാരിപസ്പർശ ഭാഗവതത്തിലെ വരികളുണ്ട്. ഇപ്പൊ വ്യാസഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ പ്രയത്നത്തിലൂടെയാണ് അങ്ങനെ എത്തുന്നത് എന്നാണ്. അതന്നെയാണ് കൃഷ്ണനും പറഞ്ഞത്, ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനെ ഉയർത്തേണ്ടത് അവനവനെയാണ്. അതുപോലെ തന്റെ ഏറ്റവും പ്രിയങ്കരനായ ഉദ്ധവരോടും ഭാഗവതത്തിൽ അതാ പറയുന്നത്, ഉദ്ധവരെ ആത്മൈവ ആത്മനോ ഗുരു എന്നാണ്. അവനവന്റെ ഗുരു അവനവൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവനവനെ ഉയർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം അവനവനാണ്. അപ്പൊ പ്രയത്നം ഇല്ലാതെ ഒരാൾക്കും ഉയരാൻ പറയൂ സാധ്യല്ല. നമ്മളെ ഹിന്ദു വീടുകളിലൊക്കെ നോക്കൂ, എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ട് നമ്മളെ ഹിന്ദുക്കള്. ഇതെത്രമാത്രം അച്ഛനമ്മമാരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഹിന്ദുക്കൾക്ക് പറ്റിയ അധപ്പതനം. നമുക്ക് ഹിന്ദുക്കളിലൊക്കെ ജന്തുക്കളായി മാറി. കാരണം ഒരു അറിവും വിവേകവും പ്രയത്നവും ഇല്ലാത്ത ഹിന്ദു തലമുറകളാണ് കൂടുതലുള്ളത്. ആണോ അല്ലയോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? അത് മാറ്റിയെടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഇനി അടുത്ത തലമുറയിലേക്ക് ഇത്രയും ഉണ്ടാവില്ല. അപ്പൊ ഈ ആത്മഹത്യകളൊക്കെ ചെറിയൊരു വിഷമം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക.
ആലോചിച്ചൊക്കെ ചെറിയ നിരാശ, ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യ. ഇപ്പൊ നിസ്സാര കാര്യങ്ങളിലൊക്കെയാണ്. ഇപ്പൊ ഒരു നോക്കൂ, കുറെ കുട്ടികൾ ഈ നീറ്റ് എഴുതിയതിനു ശേഷം ആത്മഹത്യ ചെയ്തു. പരീക്ഷ ടഫായിരുന്നു, പാസ്സാവോ, റിസൾട്ട് പോലും വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണ്ടേ, ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത്. ഈ തരം ദുർബലതകൾ ഉള്ളവരെന്താ പറയാ, താൻ എഴുതുന്ന പരീക്ഷയുടെ റിസൾട്ട് പോലും വരാതെ തീരുമാനിക്കുകയാണ് ഞാൻ ഈ പരീക്ഷയിൽ ജയിക്കില്ല എന്നുള്ളത്. അതിങ്ങനെ സ്വയം തീരുമാനിക്കുന്നത്. അപ്പൊ എത്ര ദുർബലത അവരെ ഉള്ളിലുണ്ട് നോക്കൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? നിനക്ക് മനസ്സിലാവുണ്ടോ? ഈ തരത്തിലൊക്കെ ഉള്ള ദുർബലതകൾ, ഇതാണ് നമ്മൾ. എന്നാ പിന്നെ കുറെ കഴിഞ്ഞ രാഷ്ട്രീയക്കാർക്ക് തൊലിക്കെട്ടിയിട്ടുണ്ടോ? അവർക്ക് പിന്നെ എന്ത് പ്രശ്നം വന്നാലും അവരൊന്നും നിസ്സാരമായിട്ട് എടുക്കുന്ന കാര്യമാണ്. അത് വന്നാ പോയി, പോയാ പോയി, ഇത്രയുള്ളവർക്ക്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് അഹല്യാമോക്ഷം. അപ്പൊ എന്താ അഹല്യാമോക്ഷം? ജീവിതത്തിൽ സംഭവിച്ച ഒരു അശ്രദ്ധ, അത് ജീവിതത്തെ ശൂന്യമാക്കിയപ്പോൾ അനുഷ്ഠാനങ്ങളെ കൊണ്ട് വീണ്ടും നഷ്ടങ്ങളിൽ നിന്നും ഉയർന്ന കഥയാണ് ആരുടെ കഥ? അഹല്യയുടെ കഥ. അപ്പം അശ്രദ്ധ കൊണ്ട് ശൂന്യമാവാം, പ്രയത്നം കൊണ്ട് നഷ്ടപ്പെട്ടത് നേടിയെടുക്കാം. ഇത് ഇത്രയും ഓരോരുത്തരുടെയും ഉള്ളിൽ കടന്നാൽ തന്നെ അശ്രദ്ധ വരാതിരിക്കണമെങ്കിൽ, അശ്രദ്ധ പിടികൂടാതിരിക്കണമെങ്കിൽ കൃത്യമായ അനുഷ്ഠാനങ്ങൾ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. എത്രമാത്രം പ്രാധാന്യമുണ്ട് നോക്കൂ നിങ്ങൾ. ഇതൊരു കഥയല്ല, ഇതൊരു ജീവിതമാണ്. ഇത് നമുക്ക് ആവശ്യമാണ്. ഇതുണ്ടെങ്കിലേ ജീവിതത്തെ നമുക്ക് തകർക്കാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെയാണ് നമുക്ക് രാമായണത്തിലൂടെ ഉൾക്കൊള്ളേണ്ടത്. ഏതായാലും അഹല്യാമോക്ഷം എന്നാണ് ഇവിടെ വിളിക്കുക. എന്താണ് അഹല്യാമോക്ഷം? ഞാൻ ആ ഒരു അഹല്യാമോക്ഷത്തിലെ ഒരൊറ്റ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീരാമസ്വാമിയോട് അഹല്യ ചോദിക്കുന്നൊരു അനുഗ്രഹമുണ്ട്. ഇവരൊക്കെ ചോദിച്ച വരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ പറയും എന്താണ്, നമ്മളിപ്പോ രാമനോട് ചോദിക്കുന്ന ഒരു വരെന്തായിരിക്കും? അസുഖങ്ങളൊന്നും ഉണ്ടാവരുത്, പിന്നെ ആരോഗ്യം നല്ലോണം ഉണ്ടാവണം രാമ, പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമായിട്ടിരിക്കണം, പിന്നെ സാമ്പത്തിക കുറവുകളൊന്നും വരരുത്. അപ്പൊ നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ആര് നിലനിർത്തണം? രാമൻ നിലനിർത്തണം എന്നാണ് നമ്മളൊക്കെ ഇപ്പൊ രാമൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ രാമൻ ചോദിക്കുകയാണ്, ഒരു വരം ചോദിച്ചോളൂ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? അങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കല്ല, രാമൻ അങ്ങനെ വന്നു വിചാരിക്കുക. നമ്മുടെ മുന്നിൽ രാമൻ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒറ്റ വരെ ചോദിക്കാവൂ, ചോദിച്ചോളൂ. എന്താ ചോദിക്കുക? ഇതുപോലെ അന്തം വിട്ട് നിൽക്കാനുള്ള സമയമില്ല രാമന്. പെട്ടെന്ന് രാമൻ പറയാണ്, നിങ്ങളിങ്ങനെ സമയമെടുക്കരുത്, ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന വരം നിങ്ങൾ എന്താ വേണ്ടാത്തത് ചോദിച്ചോളൂ പറഞ്ഞാൽ എന്ത് വരാ ചോദിക്കുക? എന്താ നിങ്ങൾ മിണ്ടാത്തത്? എന്ത് വരാ ചോദിക്കുക? ആകെ പെട്ടുപോയോ വരം ചോദിക്കാൻ പറഞ്ഞാല്? ഭാര്യയും ഭർത്താവും കൂടി നിൽക്കുമ്പോഴാണ് രാമൻ വന്നതെങ്കിൽ പെട്ടു. കാരണം ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കും, ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കും, ഇവളെന്ത് വരാണ് ചോദിക്കാൻ പോണത്? ഇനി മക്കളും കൂടി ഉണ്ട് വിചാരിക്കുക, ആകെ പെട്ടു. കാരണം എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. എന്ത് വരാണ് ചോദിക്കേണ്ടത്? സംശയമാണോ? രാമൻ പറയും, സംശയാത്മാവിനശതി, നിങ്ങൾ ധൈര്യാവില്ല, ഞാൻ പോകണമെന്നും. കാരണം നിങ്ങൾക്ക് സംശയമാണ്. ഒറ്റയടിക്ക് ചോദിക്കണം, ഉത്തരം പറയണം എന്ന് പറഞ്ഞാൽ എന്ത് വരാ ചോദിക്കുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്ത് വരാ ചോദിക്കേണ്ടത്? നിങ്ങൾ എന്ത് രാമായണ വായിക്കുന്നത് പിന്നീട്? എന്ത് വരാണ് ചോദിക്കേണ്ടത്? നമുക്ക് അഹല്യയിൽ നിന്ന് പഠിക്കണം ഇതൊക്കെ. അപ്പൊ അഹല്യ ആ ഭാഗം എടുക്കുക നിങ്ങള്. ശ്ലോകം 1100 ആ ഭാഗങ്ങളിലൊക്കെ വരും. ഞാൻ ശ്ലോകം നമ്പറാണ് പറയുന്നത്. ചില പുസ്തകങ്ങളിലൊക്കെ ശ്ലോകം നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ചിലതിലൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് വരുന്നത് അഹല്യാസ്തുതി എന്നുള്ള ഭാഗമാണ്. അപ്പൊ ചിലർക്ക് ഹെഡിങ് നോക്കിക്കൊണ്ടിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും.
അഹല്യാസ്തുതി എന്നുള്ളതിന് കണ്ടോ? അവിടെ ഞാൻ ഒരു നടുഭാഗത്ത്, അത് അഹല്യാസ്തുതിയുടെ 1100 ഭാഗങ്ങളാണ്, 1100 1020 ആ ഭാഗങ്ങളാണ് വായിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം, ഭക്താനാം മുക്തിപ്രദൻ യുക്താനം യോഗപ്രദൻ. കണ്ടോ ആ വരികള്? ഞാൻ ഇങ്ങനെ വായിച്ചു പോവാം, നിങ്ങൾക്ക് ആ വരികൾ കിട്ടാൻ വേണ്ടിയിട്ട്. സക്താനം മുക്തിപ്രദൻ സിദ്ധാനം സിദ്ധിപ്രദൻ തത്വാധാരാത്മാ ദേവൻ സകലജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചലഞ്ജലൻ നിർമ്മലൻ നിരാധാരൻ സത്യജ്ഞാനാനന്ദാമൃതാത്മകൻ പരൻ സപ്തമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു. കാണുന്നുണ്ടോ ആ ഭാഗങ്ങള്? ഇനി എന്തു വരമാണ് ചോദിക്കേണ്ടതെന്നുള്ളതാണ്. എത്ര കുത്രാഭിവസിച്ചീടിലും, കണ്ടോ, എത്ര കുത്രാഭിവസിച്ചീടിലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക ഒഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമ. എന്താ പറയുന്നത്? ഇതാണ് ചോദിക്കേണ്ടത്. കിട്ടിയ ആർക്കെങ്കിലും ഈ ഭാഗങ്ങള്? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താ ചോദിക്കേണ്ടത്? എത്ര കുത്രാഭി വസിച്ചീരിലും എന്ന് പറഞ്ഞാൽ, എത്ര കുത്രാഭി പറഞ്ഞാൽ, കുത്ര എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. കുത്രാഭി എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയാണെങ്കിലും, ഞാൻ ഏത് സ്ഥലത്താണെങ്കിലും, എങ്ങനെയുള്ള സ്ഥലത്താണെങ്കിലും, വസിച്ചീടിലും എല്ലാ നാളും. അപ്പൊ ഇവിടെ എല്ലാ നാളും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ ശരീരത്തിന് ശുദ്ധിയുണ്ടോ അശുദ്ധിയുണ്ടോ ഇതൊന്നും നോക്കരുത്. എല്ലാ നാളും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും വിടാതെ, ദിവസവും എല്ലാ നാളും തളിരടികളിൽ ഇളക്കം വരാതൊരു, എന്താണ്, ഭഗവാന്റെ പാദഭക്തി, നാമത്തിലും പാദത്തിലുമുള്ളൊരു ഭക്തി ദൃഢമായി ഉണ്ടാവണം. ഇതിൽ പരം ഞാൻ മറ്റൊന്നും അപേക്ഷിക്കുന്നില്ല. അപ്പം ഇവരൊക്കെ രാമനെ കണ്ടിട്ട് പറഞ്ഞത്, ഇനി എൻ്റെ ഭർത്താവ് തിരിച്ചു വരണം, ഭർത്താവിനും എനിക്കും യൗവനായിരിക്കണം, ഞങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇതൊന്നും ആയിരുന്നില്ല അവരുടെ ആഗ്രഹം. ഇനി എന്ത് വേണം? മനസ്സിൽ എപ്പോഴും ആരുടെ സ്മരണം വേണം? പറയൂ. രാമസ്മരണം വേണം. എത്ര കുത്രാഭി വസിച്ചീരിലും പൊൽത്തളിരടികളിൽ ഇളക്കമില്ലാത്തൊരു ഭക്തി ഉണ്ടാക വേണം. ഇതിൽ പരം മറ്റൊന്നും അപേക്ഷിക്കുന്നില്ല എന്ന ഒരു വ്യക്തത ആർക്കുണ്ടായിരുന്നു? അഹല്യയ്ക്ക്. നിങ്ങൾ ഭാഗവതം എടുത്തു നോക്കിയാലും ഏത് കൃതികൾ എടുത്തു നോക്കിയാലും ഇത്തരത്തിലുള്ളത് കാണും നമ്മൾ, അല്ലേ? ഭാഗവത്തിൽ ഏറ്റവും അവസാനം എന്താ പറയുന്നത്? യഥാ യഥാ ഭവേ ഭക്തി പാദയോസ്തവജായതേ തഥാ കുരുഷദേവേശ നാതസ്തം നോയത പ്രഭു നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം. ആണോ അല്ലേ? അപ്പൊ അതാണ് ശരിക്കും നമ്മൾ നേടേണ്ടത്. എന്ത്? നാമസ്മരണവും പാദസ്മരണവും. എന്താണ്? നാമസ്മരണവും പാദസ്മരണവും. ഇനി നിങ്ങൾ ഭാഗവത്തിൽ ഉദ്ധവന്റെ ആ ഒരു അവസാനം കൃഷ്ണനോട് പറയുന്ന വരികളുണ്ട്. കൃഷ്ണനോട് പറയും, എനിക്ക് ഒരു വരമേ വേണ്ടു. അവസാനം 29-ാം അധ്യായത്തിൽ വരുന്ന അവിടെ പറയും, ഭഗവാനെ എനിക്ക് വേണ്ടത് എന്താണ്? തൊൽ പാദാംബോജെ, അവിടുത്തെ പാദാംബുജങ്ങളിൽ എനിക്ക് ഭക്തി വരണം. ഇതിൽ പരം ഞാൻ ഒന്നും അപേക്ഷിക്കുന്നില്ല. ഉദ്ധവന്റെ വരികളാണ്. ഭഗവാൻ കൃഷ്ണനോട് അവസാനം ചോദിക്കുന്നത് അതാണ്. അതായത് എനിക്ക് വേണ്ടത് എന്താ? എന്താ ചോദിച്ചത്? എനിക്ക് സുഖമായൊരു ജീവിതം വേണമെന്നല്ല പറഞ്ഞത്. എനിക്ക് ഭവേ യഥാഭക്തി എന്ന് പറഞ്ഞ പോലെയാണ് ഉദ്ധവരും പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഉദ്ധവരെന്താ പറഞ്ഞത്? അവിടുത്തെ പാദങ്ങളിൽ ഇളക്കമില്ലാത്തൊരു അനവായിനി ഭക്തി സ്യാദമേ, അനവായിനിയായിരിക്കുന്ന ഇളക്കമില്ലാത്തൊരു ഭക്തി എനിക്കുണ്ടായിരിക്കണമെന്നാണ്, അല്ലേ? പട്ടതിരിപ്പാടും അവസാനം കൃഷ്ണനെ നോക്കിക്കൊണ്ട് എന്താ പറഞ്ഞത്? എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അവിടുത്തെ
ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണകാരുണ്യ സിന്ധോ തേ പാദാംബുജം. അല്ലെ, ഭഗവാന്റെ പാദാംബുജം എപ്പോഴും എവിടെ ഉണ്ടാവണം? എൻ്റെ മനസ്സിൽ ഉറച്ചു നിൽക്കണം. ഇതാണ് ഭക്തി എന്നുള്ളത്. ഈ ഭക്തി എന്ന വാക്കുണ്ടല്ലോ, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതു പോകുന്നുണ്ടെങ്കിലും ഭക്തി എന്താണ് എന്ന് മനസ്സിലാക്കിയവർ വളരെ കുറവാണ്. ഭക്തി എന്നത് ഭാവനയും അനുസ്മരണവുമാണ് ഭക്തി. ഇതാണ് ഭാവനയും അനുസ്മരണയുമാണ്. അപ്പൊ ഭാവന എന്ന് പറഞ്ഞാൽ മനസ്സിൽ നമ്മൾ രൂപങ്ങൾ ഭാവന ചെയ്യുക, പാദം ഭാവന ചെയ്യുക. എന്തിനാണ് ഈ പാദം ഭാവന ചെയ്യുന്നത്? പാദം എന്തിനാണ് ഭാവന ചെയ്യുന്നത്? ഭഗവാന്റെ പാദം എന്നാൽ വെറും കാലുകൾ എന്നർത്ഥത്തിലല്ല, ആശ്രയം എന്നർത്ഥത്തിലാണ്. എന്താണ് ആശ്രയം? ആ പാദത്തിലേക്ക് ചേരുക, ആ പാദത്തിലേക്ക് അലിയുക. മനസ്സിലായില്ലേ? നമ്മൾ ആ പാദഭക്തി എന്ന് പറയുന്നത് ഞാനെന്ന ഭാവത്തെ സമർപ്പിക്കുന്നതാണ്. ഇത് പാദം. അപ്പൊ ഞാൻ പാദത്തെ മനസ്സിൽ ഭാവന ചെയ്താൽ എൻ്റെ ഉള്ളിൽ ഇപ്പൊ ഒരാളുടെ പാദം പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനെന്ന ഭാവം ഇല്ലാതാവുക. ഇപ്പൊ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പാറ്റകളുടെ കാല് പിടിച്ചു എന്നാണ്, ഇല്ലേ? ഒരു സമരം ചെയ്തവരുടെ വിദ്യാർത്ഥികളുടെ കാല് പിടിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ ധാർഷ്ട്യവും ഞങ്ങളുടെ അഹങ്കാരവും ഒന്നും ഇല്ല, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിച്ചോളാം. നിങ്ങളൊക്കെ പറയാറില്ലേ ചിലപ്പം വീട്ടില്, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചോളാം മനുഷ്യ എന്ന് പറയാറില്ലേ? എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ വാശി, എൻ്റെ ധാർഷ്ട്യം, എൻ്റെ വാശി ഞാൻ ഇതൊന്നും വിടാത്തത് വിട്ടുകൊള്ളാം. ഞാൻ അവിടുന്ന് എന്താണോ പറയുന്നത് അത് അനുസരിക്കാം. അപ്പൊ ഭഗവാന്റെ പാദം എന്തിനാ നമ്മൾ ഭജിക്കുന്നത്? ഭഗവാന്റെ പാദം എന്തിനാ ഭജിക്കുന്നത്? ഞാനെന്ന ഭാവം ഒരിക്കലും വരാതിരിക്കണേ, ആ വിനയം എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പൊ വിനയത്തിനാണ് പാദഭക്തി. ഇനി ജപിക്കുന്നത് എന്തിനാണ്? വിവേകത്തിനാണ്, വിശാലതയ്ക്കാണ്. ഏത്? നാമഭക്തി. പാദഭക്തി കൊണ്ട് വിനയവും നാമഭക്തി കൊണ്ട് വിവേകവും വിശാലതയും വരും. അപ്പൊ ഇത് രണ്ടും നമുക്ക് വേണം. ഏത്? മൂന്നും വേണം. വിനയവും വേണം, വിനയവും വേണം, വിനയവും വേണം, വിവേകവും വേണം, വിശാലതയും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ അപകടങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി എവിടെയെങ്കിലുമൊക്കെ ജീവിതം കുരുങ്ങി നിന്നാലും ആ കുരുക്കിൽ നിന്ന് നമ്മളെ വിനയം കൊണ്ട് നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എത്ര കുത്രാവി വസിച്ചീടിലും തളിരടികളിലക്കമില്ലാത്തൊരു ഭക്തി ഉണ്ടാക വേണം. ഇനി നിങ്ങൾക്ക് രാമായണത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് ഹനുമാൻ സ്വാമിക്ക് സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയോട് ചോദിക്കുന്നതും ഇത് തന്നെയാണ്. നിങ്ങള് രാമായണത്തിന്റെ ലാസ്റ്റ് പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്, അവിടെ രാമൻ സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യും എല്ലാവർക്കും. ഞാൻ ആ കഥ വിസ്തരിക്കുന്നില്ല. സുഗ്രീവന് കൊടുക്കുന്നു സമ്മാനങ്ങള്, അതുപോലെ തന്നെ വിഭീഷണന് കൊടുക്കുന്നു, അങ്കദന് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്ത് അവസാനം ഹനുമാൻ സ്വാമിയുടെ ഊഴം വന്നപ്പോ ഹനുമാൻ സ്വാമിക്ക് സീതാദേവി ഒരു മാല കൊടുത്തു, ഒരു പവിഴമാല, ഒരു മുത്തുമാല കൊടുത്തു. ആ മാലയൊക്കെ എടുത്തിട്ട് ഹനുമാൻ സ്വാമി കടിച്ചു എന്നൊക്കെയാണ് കഥ. അപ്പൊ അതിൽ രാമരസം ഇല്ല എന്നൊക്കെ ഉള്ളത്. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ശ്രീരാമസ്വാമി ചോദിച്ചു, ഹനുമാൻ സ്വാമി എന്തെങ്കിലും ഒരു വരം എന്നിൽ നിന്നും വാങ്ങിക്കൂന്ന്. എന്ത് വരാണ് ചോദിച്ചത്? ഞങ്ങൾ രാമായണം എല്ലാ കൊല്ലം വായിക്കുന്നവരല്ലേ, അറിഞ്ഞിരിക്കാലോ ഞങ്ങൾ എന്താ മനസ്സിലാക്കിയതെന്ന്. എന്തു വരാ ചോദിച്ചത്? നിങ്ങൾ ഈ അന്തം വിട്ട് നിൽക്കണം, എനിക്ക് മനസ്സിലാവില്ല. രാമായണം വായിക്കാറില്ലേ എല്ലാ കൊല്ലമൊക്കെ? ഇല്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ പ്രസവിച്ചു വന്നവരെ പോലെയാണ്. രാമായണമൊക്കെ ആയിട്ട് ഒരു ബന്ധവും ഇല്ലാതിട്ടാണ് എന്നുള്ളത് തോന്നും. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തായിരിക്കും വരം ചോദിച്ചത്? നല്ലത് ഓർമ്മയിലൊക്കെ നിൽക്കണ്ടോ? തലയില് വലിയ പിടിയൊന്നുമില്ല. രാമായണം വായിക്കാറുണ്ടല്ലോ, അതുമില്ലേ. എന്തു വരാ ചോദിച്ചത്?
ഞാൻ കേൾക്കുന്നില്ല, നിങ്ങൾ പെറുക്കണം ഇരുന്നിട്ട്. എന്തായാലും കിതാബുണ്ടല്ലോ, ഞാൻ പറയണതൊന്നും വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് പുറകോട്ട് പോവുക. നോക്കൂ, നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് എന്തിനാ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്? അവിടെ ആ ഭാഗം ഒന്ന് എടുക്കുക. ഏത് ഭാഗമാണ് വരുന്നത് ഞാൻ പറഞ്ഞു. എവിടെയാണ്? യുദ്ധമൊക്കെ കഴിഞ്ഞ് പട്ടാഭിഷേകം കഴിഞ്ഞ് സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോഴാണ് ഇവിടെ ശ്രീരാമസ്വാമി ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു വരം എന്നിൽ നിന്നും ചോദിക്കണമെന്ന്. അപ്പൊ എന്താ ചോദിച്ചത്? ഞാൻ പറയണത് 5020 ശേഷം വരുന്ന ശ്ലോകം. അപ്പൊ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. 5020 ശേഷം 5020 5200 വരും. കണ്ടോ? കിട്ടിയ ഭാഗം? മാരുതനന്ദന വേണ്ടും വരത്തിനി. കണ്ടോ? പുസ്തകം ഉള്ളവരൊക്കെ നോക്കണേ. ഈ പുസ്തകം ഇല്ലാത്തവരൊക്കെ ഒരു പുസ്തകം വെച്ച് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് രാമായണം കൂടുതൽ പഠിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് വീട്ടിൽ രാമായണം ഉണ്ട്, ഞാൻ എല്ലാ വർഷവും രാമായണം വായിക്കുന്നുണ്ട്, ഇപ്പം വായിച്ചതിന്റെ കോല നിങ്ങൾ കാണുന്നത്. എന്താ വായിച്ചത് എന്നുള്ളത്. അപ്പൊ അതൊന്നൊരു വ്യത്യസ്തമാവട്ടെ, നമ്മുടെ ഉള്ളിൽ തട്ടട്ടെ രാമായണം. മാരുതനന്ദന വേണ്ടും വരത്ത നീ വീരാപരിച്ചു കൊൾകേതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൽ സ്വാമിൻ പ്രഭോ നിൻ തിരുവടി തന്നുടെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചീരണം. ആദ്യത്തെ വര അതാണ്. എന്താണ്? രാമന്റെ നാമം എൻ്റെ ജീവിതത്തിൽ എന്നും രാമനാമം കേട്ടുകൊള്ളുവാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവണം. എന്താണ്? പിന്നെ രാമജപസ്മരണ ശ്രവണങ്ങളിൽ എന്താ പറയുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. രാമ ജപ സ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാവിപോ മറ്റു വരം മമ വേണ്ട ദയാനിതേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തി ഉണ്ടായിരിക്കണം എന്നത് രാമൻ കേട്ട് അനുഗ്രഹിച്ചു. ഇവരൊക്കെ ചോദിച്ചിരിക്കുന്നത് മനസ്സിനെ രാമനാക്കാനുള്ള വരങ്ങളാണ്. നമ്മളൊരു ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിലും വേണ്ടത്. മനസ്സ് ശുദ്ധീകരിക്കാനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. മനസ്സ് ശുദ്ധീകരിക്കാനുള്ള വഴി എന്താണ്? നാമജപമാണ്. ഇത് നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ കുട്ടികളൊക്കെ അമ്പലത്തിൽ വന്നാൽ എന്ത് ചൊല്ലുമായിരുന്നു? ഇതിപ്പോ തൊഴുതുപോകലാണ്. തൊഴുതുപോകുന്ന ക്ഷേത്രങ്ങളാക്കി നമ്മൾ മാറ്റി. നമുക്ക് തൊഴുതുപോകുന്ന ക്ഷേത്രങ്ങളല്ല. കാരണം നമ്മൾ പ്രാർത്ഥിച്ചു തരുന്ന ദേവന്മാരല്ല ഇവിടെ ഇരിക്കുന്നത്. ദേവനായാലും ദേവിയായാലും പ്രയത്നം കൊണ്ടാണ് അവർ ദൈവികത്വത്തിലേക്ക് എത്തിയത്. ഏതുകൊണ്ട്? സത്യം, അവര് പ്രയത്നം കൊണ്ടെത്തിയവരാണെങ്കിൽ നമ്മളും ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാണ്? പ്രയത്നം ചെയ്യാനാണ്. അത് മറക്കരുത്. അപ്പൊ പ്രയത്നമാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്ത് പ്രയത്നം? മനസ്സിനെ ശുദ്ധീകരിക്കുന്ന പ്രയത്നം. മനസ്സിലായില്ലേ? നമ്മൾ രാവിലെ പറഞ്ഞു അതൊക്കെ അല്ലെ? ചിത്തസ്യ ശുദ്ധയെ കർമ്മ എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും വേണ്ട പോലെ നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും നമുക്കാരും പറഞ്ഞു തരാത്തത് കൊണ്ടുമാണ് നമ്മൾ ഉത്തരമില്ലാത്തവരായി മാറുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ പ്രായത്തിലായിട്ടും നമുക്ക് നമ്മുടെ ഹിന്ദു മതത്തിന്റെ കാര്യങ്ങളൊന്നും ആർക്കും വേണ്ടതുപോലെ അറിയാതെ പോയി. നമ്മൾ അങ്ങനെ അന്ധതയിൽ വളർന്നിരിക്കുകയാണ്. അപ്പൊ കുറച്ചൊരു ബോധത്തിൽ വളരണം എന്ന് ആഗ്രഹമില്ലേ? ഇത് കുറച്ചെങ്കിലും മനസ്സിലാക്കണം എന്ന് ആഗ്രഹമില്ലേ? ഉണ്ടോ? പറയൂ. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ അവിടെയാണ് നമ്മൾ മുസ്ലിങ്ങളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോണ്ടല്ലോ, അവർ കുഞ്ഞുനാളിലെ ഖുറാൻ പഠിച്ച് അവരുടെ ആ ഖുറാൻ എന്താണ്, അള്ളാഹു ആരാണ്, പള്ളി എന്തിനാണ്, ദിവസവും അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്കൊരു വ്യക്തതയുണ്ട്. ഉണ്ടോ ഇല്ലയോ? അതിലൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരും പോയി പങ്കെടുക്കും. നിങ്ങൾ നോക്കൂ, ഇപ്പൊ മുസ്ലിങ്ങളുടെ ഉത്സവ എന്തെങ്കിലും പരിപാടികളാണെങ്കിൽ അവരവിടെ പ്രാർത്ഥിക്കണം. നമ്മുടെ ആൾക്കാരും പോയി പ്രാർത്ഥിക്കും. കാരണം അവരുടെ പ്രാർത്ഥന എന്താണെന്നും ഏതാണെന്നുള്ളത് അവർക്കൊരു ബോധമുണ്ട്. എന്നാൽ ഹിന്ദുവിന്റെ ഒരു കാര്യമാണെങ്കിൽ തെക്കും വടക്കും വിളക്ക് പിടിച്ചുകൊണ്ടിരിക്കും. എവിടെയാ കത്തിക്കേണ്ടത്, ആരാ കത്തിക്കേണ്ടത്, എപ്പോഴാ കത്തിക്കേണ്ടത്, ബോധമില്ല നമുക്ക്. നമ്മളേത് മൊത്തം സംശയമാണ്. കാരണം ആർക്കും ഒന്നിനെ കുറിച്ചും ഒരു വ്യക്തതയില്ല. ആണോ അല്ലയോ?
ഇനിയിപ്പം ഒരു കല്യാണത്തിന് മണ്ഡപത്തിൽ കയറിയാൽ അവിടെ തുടങ്ങിയ സംശയം, വരനാണോ ആദ്യം ഉണ്ടത്, വധുവാണോ ആദ്യം വരേണ്ടത്? മനസ്സിലായി? പിന്നെ അവിടുത്തെ കാരണവന്മാര് ബഹളവും വെക്കും, എന്താണ് ഏതാണ്, എന്നിട്ടാകെ വെപ്രാളവുമായിട്ട്. ഇതാണ് നമ്മുടെ ഹിന്ദു കാര്യങ്ങളൊക്കെ ആണോ അല്ലയോ? ആകെ ബഹളവും വെപ്രാളവുമാണ്. ഇങ്ങനെ ആയിപ്പോയി കല്യാണം. മനസ്സിലായില്ലേ? ഇനിയിപ്പം കല്യാണം മാത്രമല്ല, ഏത് കാര്യങ്ങളും. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു കൃത്യത ഉണ്ടാവുക എന്നത് ഒരു അനുഗ്രഹമാണ്. അപ്പൊ നോക്കൂ, ഇതൊക്കെ നമ്മൾ വായിക്കുന്നത് ആ കൃത്യത നമുക്ക് മനസ്സിലാക്കാനാണ്. അപ്പൊ എന്താണ് അഹല്യാദേവിയുടെ സ്തുതി? എന്താണ് അഹല്യാദേവി ചോദിച്ചത്? ഇപ്പൊ നമുക്ക് മനസ്സിലായി. എന്താ ചോദിച്ചത്? എൻ്റെ ഭർത്താവിന്റെ സംശയം തീർക്കണം, എൻ്റെ ഭർത്താവ് എന്നെ തിരിച്ചറിയണം, ഭർത്താവിന്റെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, എനിക്ക് കുറച്ചുകൂടി വയസ്സ് കുറച്ചു തരണം, ഒരു കുറച്ചു കാലം ഞാൻ കല്ലായി നിന്നു, ഇനി ആ കാലം ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ പറഞ്ഞോ? എന്താ പറഞ്ഞത്? എവിടെ താമസിച്ചാലും എനിക്ക് ആ ഭഗവാന്റെ പാദരേഖകളിൽ ഇളക്കമില്ലാത്തൊരു ഭക്തി ഉണ്ടാകണം എന്നതിൽ പരം വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്രകാരമുള്ള ഒരു അർപ്പണത്തിന്റെ ഞാൻ പറയലേ, എന്തിനാ പാദം ഭാവന ചെയ്യുന്നത്? വിനയത്തിന് വേണ്ടിയാണ്. എന്തിനാണ് നാമം ജപിക്കുന്നത്? വിവേകത്തിനും മനസ്സിന്റെ വികാസത്തിനും വേണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ അതിൻ്റെതായിട്ടുള്ള പരിവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ അത്യധികം സന്തോഷമായി. അങ്ങനെ ഗൗതമ മുനിയുമായി അഹല്യ വീണ്ടും ചേരുകയാണ്. കാരണം പവിത്രയായി, പരിശുദ്ധയായി. അപ്പൊ ഏത് തരത്തിലുള്ള വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഏതിന് സാധിക്കും? അത്ര ശക്തിയുള്ളതാണ് ഏത്? പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് നാമജപത്തിന്റെ മഹത്വം പറഞ്ഞാലും മനസ്സിലാവാത്തത്? കാരണം നമ്മൾ നാമം ജപിക്കുകയല്ല ചെയ്യണത്. ശ്രദ്ധിക്കുക, നമ്മൾ നാമം ജപിക്കുന്നവരല്ല. നമ്മൾ നാമത്തെ ജപിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മനസ്സ് വേറെന്തോ സ്മരിക്കാൻ പോയി. അപ്പം ജപം എന്ന് പറയുന്നത് നമ്മുടെ സ്മരണവും ഭാവനയും ജപവും എല്ലാം ഒന്നിച്ചു ചേരുമ്പോഴാണ് അത് ജപമാവുന്നത്. ഇപ്പൊ നമ്മൾ ജപിക്കുകയല്ല, നമുക്ക് ജപിക്കുന്നു എന്ന് നമുക്ക് മനസ്സിൽ അങ്ങനെ ഒരു തോന്നലാണ്. നമ്മൾ എന്തോ ചൊല്ലുമ്പോഴേക്കും മനസ്സിന്റെ വഴിക്ക് പോയി കഴിഞ്ഞു. അപ്പൊ മനസ്സ് വേറെ ഒന്നിലും പോവാതെ ഏകാഗ്രതയോടെ ജപിക്കണം. അപ്പൊ ആ ജപത്തിനൊരു പേരുണ്ട്. അതിന്റെ പേരാണ് അനന്യഭക്തി എന്നുള്ളത്. എന്താണ് അനന്യഭക്തി എന്നുള്ളത്? നമ്മുടെ ഭക്തിക്കുള്ള ഒരു പ്രത്യേകത, അതിന്റെ പേര് അന്യഥാഭക്തി എന്നാണ്. അതായത് ഭഗവാനും നമ്മളും അന്യരായി തീരുകയാണ്. ഒരു വശത്ത് നാമജപം ഉണ്ടെങ്കിലും മനസ്സ് വേറൊരു വശത്ത് എന്തൊക്കെയോ ചിന്തകളും ആലോചനകളും അങ്ങനെയൊക്കെ ആയിട്ട് പോയി. മനസ്സിലായില്ലേ? ഇപ്പൊ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. പലരും വിചാരിക്കും ഭക്തിയോടുകൂടിയാണ് നിൽക്കണത് എന്ന്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അയവിറക്കുകയാണ്. ആ ഭക്തിയുടെ പേരെന്താണ്? അത് അനന്യഭക്തിയല്ല. ആ ഭക്തിയുടെ പേരെന്താണ്? അന്യഭക്തിയാണ്. ഏതാണ്? അന്യഥാഭക്തിയാണ്. അപ്പൊ അനന്യഭക്തി ആവണമെങ്കിൽ എന്ത് വേണം? വേറെ ചിന്തകളൊന്നും ഇല്ലാതെ ആ ജപിക്കുന്ന കാര്യത്തിൽ തന്നെ മുഴുകി അലിഞ്ഞ് ആസ്വദിച്ച് ജപിക്കാൻ സാധിക്കണം. നിങ്ങൾ നോക്കൂ, ഭട്ടതിരിപ്പാട് ഈ കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാരായണീയത്തില്. ഏതാ ശ്ലോകം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, ഈ അന്യഥാഭക്തി മാറ്റണം, അന്യഭക്തി മാറ്റണം, അനന്യഭക്തി വരണം. ഏത് ശ്ലോകമാണത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നാരായണീയം വായിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? നാരായണീയം ധാരാളം ആൾക്കാർ വായിക്കുന്നുണ്ട്. ഏതാണ് ആ ശ്ലോകം? നാരായണീയത്തിൽ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. ഏതാണ്? പെട്ടെന്ന് ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് വിഷമം മനസ്സിലാവാത്തത്. ഭഗവാൻ പുറത്തല്ല, നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. പുറത്തല്ല, കൈകളിലുണ്ട്.
അതേതാ ശ്ലോകം? അപ്പൊ മനസ്സിലാവില്ലേ? ഏവം ദുർലഭ്യവസ്തും നബി സുലഭതയാ ഹസ്തലബ്ധേയതന്യ തൻവാചാധിയാ വാ ഭജതി പദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവത് വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്തി നിശേഷാത്മാനമേനം ഒരു പവനപുരാധീശമേവാസയാമ. എന്താ പറയണത്? ഏവം ചൊല്ലു. ദുർലഭ്യവസ്തും നബിസുലഭതയാ ഹസ്തലബ്ധേയതന്യൽ തൻവാചാധിയാവാ ഭജതി പദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവത് വയന്തു സ്ഥിരതര മനസാം വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാസയാമ. ദുർലഭ്യ വസ്തുവാണ് എന്ന് കരുതിയപ്പോ ഭഗവാൻ സുലഭതയാ ഹസ്തലബ്ധേ, സുലഭമായി എവിടെയുണ്ട്? കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ട്. ആ ഭഗവാനെ ഞാൻ വാചാദിയാവ അന്യത് ഭജതി, ഞാൻ എന്ത് ചെയ്യണു? അപ്പൊ അന്യനായി ഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നാമൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലുള്ള ചിന്ത പലതിലേക്കും പോകുന്നു. അപ്പൊ അങ്ങനെ അന്യത് ഭജതി, ഞാൻ അന്യനായി ഭജിക്കുമ്പോൾ ക്ഷുദ്രതയാണ്. അതെൻ്റെ മനസ്സിന്റെ ക്ഷുദ്രഭാവമാണ്. ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലതയാണ്, എൻ്റെ കഴിവുകേടാണ്, എൻ്റെ കഴിവുകേട്. അപ്പൊ നോക്കൂ, ഉള്ളിൽ നമ്മൾ ഭഗവാനെ നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ നാമജപത്തിലേക്ക് പൂർണ്ണമായി ചേർന്നിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭജനം കൊണ്ട് പറയൂ കാര്യമില്ല. അപ്പൊ അത് ഭക്തിയാണോ? കേവലം നാമം ചൊല്ലിയാൽ ഭക്തിയാവോ? കേവലം നാമം ചൊല്ലിയാൽ ഭക്തിയാവോ? ഭക്തിയാവോ? ഇല്ല. ഭക്തിയാവണമെങ്കിൽ എന്ത് വേണം? ഭക്തിയാവണമെങ്കിൽ എന്ത് വേണം? അതിൽ എന്ത് വേണം? മനസ്സും ആ ചൊല്ലുന്നതും തമ്മിൽ ഒരു ലയം വേണം, ബന്ധം വേണം, അല്ലേ? പത്രി ശ്രദ്ധ വേണം എന്നർത്ഥം. എന്താണ്? ശ്രദ്ധയും ഭാവവും ഒക്കെ ഉണ്ടാവണം. ഏതില്? ആ ചൊല്ലുന്നതില്. അത്ര ഏകാഗ്രതയോടെ, ശ്രദ്ധയോടെ, ഭാവത്തോടെ അങ്ങനെ ആർക്ക് ചൊല്ലാൻ സാധിക്കുന്നുണ്ടോ അവരുടെ കൂടെ എപ്പോഴും ആരുണ്ട്? ഈ ഭക്തി നമ്മുടെ ഉള്ളിൽ വളർന്നു വരാൻ വേണ്ടി ആണ് നമ്മൾ ഈ ശ്രമങ്ങളൊക്കെ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ നേടിയെടുക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ഓരോരുത്തരും ജന്മജന്മാന്തരങ്ങളായി കൊണ്ടുവന്ന ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. മനുഷ്യ ജീവിതം എന്താണെന്നതിൻ്റെ പൂർണ്ണ ചരിത്രം അല്ലെങ്കിൽ രഹസ്യം ബയോളജിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ ധാരാളം തിയറികൾ ഉണ്ടെങ്കിലും ഈ മനുഷ്യന്റെ ഉള്ളിൽ പൂർവജന്മ വാസനകൾ ഉണ്ട്. ഞാനും നിങ്ങളും ജനിച്ചു വരുമ്പോൾ പൂർവജന്മങ്ങളിൽ അനുഭവിച്ചതൊക്കെ നമ്മളെ വീണ്ടും ഈ ശരീരത്തിലിരുന്ന് പ്രേരിപ്പിക്കുകയാണ് മനസ്സ്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അസൂയ, വിദ്വേഷം, ഇതൊക്കെ എവിടുന്ന് വന്നു നമ്മുടെ ഉള്ളില്? എവിടുന്ന് വരുന്നു ഇതൊക്കെ? ഇതെല്ലാം പൂർവജന്മങ്ങളുടെ തുടർച്ചയാണ്. അതൊക്കെ നമുക്ക് കാലം സമയമാകുമ്പോൾ ഉള്ളിലേക്ക് അങ്ങനെ പുറത്ത് കൊണ്ടുവരും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിലൊരു പൂർവജന്മ വാസനകൾ ഉള്ളത് നമ്മൾ അതിനെ അവഗണിക്കരുത്. അത് നമ്മളെ പലപ്പോഴും പഴയ വാസനകളിലേക്ക്, സ്മരണകളിലേക്ക്, അനുഭവങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അത്ര ശക്തി ഏതിനുണ്ട്? പൂർവജന്മ വാസനകൾക്കുണ്ട്, ഇല്ലേ? അപ്പൊ നോക്കൂ നിങ്ങള്, ഇപ്പൊ സ്നേഹം എന്നൊരു വികാരം നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു പഠിക്കാൻ പോയൊരു പെൺകുട്ടി പ്രേമത്തിൽ വീണു പോകുന്നു. ആ പാവം പ്രേമത്തിൽ വീഴാൻ പോയതല്ല അത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു വികാരത്തെ
തട്ടി ഉണർത്തുന്ന സമയത്ത് അത് പ്രേമത്തിലേക്ക് വീണു പോകണം. അപ്പൊ നിങ്ങൾ പറയാ, അയ്യോ അവള് മിടുക്കിയായിരുന്നോ, അവള് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നോ, എങ്ങനെയോ ആരുടെയോ വലയിൽ പെട്ടുപോയതാണ്, കൂട്ടുകെട്ടിൽ പെട്ടുപോയതാണ് പറയാറില്ലേ? ഇല്ലേ? അങ്ങനെയൊക്കെ പറയാറില്ലേ? നിങ്ങൾ ഈ കേരള സ്റ്റോറി എന്നുള്ളൊരു മൂവി പടുത്ത കാലത്ത് വന്നല്ലോ. പ്രധാനമായിട്ട് ഇതാണല്ലോ ടോപ്പിക്ക്. പ്രേമഭാവങ്ങളൊക്കെ നടിച്ചു കുട്ടികളെ ഇല്ലേ മതം മാറ്റി കൊണ്ടുപോകുന്ന ചടങ്ങുകളൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെ അകത്ത്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരു കുട്ടിയെ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തില് മെഡിസിന് പഠിക്കുന്ന ഒരു കുട്ടിയെ, അവിടെ ഒരു മുസ്ലിം പയ്യൻ, കോഴിക്കോട്ടുകാരനൊക്കെയാണ് ആ പയ്യൻ ഇതുപോലെ പ്രേമൊക്കെ നടിച്ച് അവളെ മതം മാറ്റാൻ നോക്കുമ്പോഴാണ് പ്രശ്നമായത്. അവസാനം ആ കുട്ടിയെ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചിട്ടാണ് ആ കുട്ടിയുടെ ബ്രെയിൻ ഇളകി അവസാനം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് കുട്ടി മരിച്ചുപോയി. ഇവൻ കലി കയറി, ഇവന് പ്രേമം കഴിഞ്ഞ മതം തലയ്ക്ക് കയറി. അടുത്ത കാലത്ത് വന്നൊരു വാർത്തയാണ്, വായിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ ഇല്ലേ? ഇതൊക്കെ ആ കുട്ടി പഠിക്കാൻ പോയതാണ്, പക്ഷെ ഒരു പ്രേമത്തിലേക്ക് വീണു പോണു. അപ്പൊ പ്രേമം എവിടുന്ന് വന്നു? പൂർവജന്മ വാസനകൾ ഉണർത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ മനുഷ്യൻ എല്ലാവരും പൂർവജന്മ വാസനകളുടെ ഇരകൾ കൂടിയാണ്. അപ്പൊ അതിനെ നമുക്ക് പെട്ടെന്ന് മറികടക്കാൻ സാധ്യമല്ല. എന്നാൽ നിരന്തരമായ ഈ അനുഷ്ഠാനത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാവും. ഇപ്പൊ മഴ പെയ്യുന്ന സമയത്ത് മനസ്സിലാവും, കൊടയില്ലല്ലോ, മഴയൊന്ന് നിന്നാ നന്നായിരുന്നു. കാലത്ത് വരുമ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഞാൻ കൊടർത്തില്ല. ദൈവമേ, ഇപ്പൊ നിങ്ങളൊക്കെ മഴ കാണുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക? ഓ നന്നായി, ഇടയ്ക്കൊരു മഴ പെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ട് എന്നല്ല, ഞാൻ പോകുമ്പോഴെങ്കിലും മഴ പെയ്യാതിരിക്കണേ എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥനയാണ്. എന്നതുപോലെയാണ് മനസ്സിൽ നമുക്കൊരു ഭാവമുണ്ടാവണം. എൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ എന്നെ ഏത് സമയത്തും കീഴ്പ്പെടുത്താം, അതിനെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുക, അതെങ്കിലും വലിയൊരു ഉപകാരമാണ്. അപ്പൊ അങ്ങനെ സാധിക്കണമെങ്കിൽ ഇപ്പുറത്ത് ഞാൻ ഒരു സാധനയുടെ സംസ്കാരം കൊണ്ടു നടക്കണം. വാസനയെ തിരിച്ചറിയാൻ സാധന വേണം, വാസനയെ നിയന്ത്രിക്കാൻ ഏത് വേണം? സാധനാനുഷ്ഠാനം വേണം. ഇതാണ് നമ്മുടെ കുട്ടികൾ പഠിക്കാതെ പോയത്. അതുകൊണ്ടോ വാസന എപ്പോഴാണ് കീഴ്പ്പെടുത്തുന്നതെന്ന് അറിയുന്നില്ല. പിന്നീട് സ്വന്തം ജീവിതം അപകടത്തിലായിട്ടാണ് പലരും ഇരുന്ന് കരയുന്നതും ഖേദിക്കുന്നതും ഒക്കെ ആണോ? അപ്പൊ ഈ വാസനയും സാധനയും നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യുന്നത് ഇത് രണ്ടുമാണ്. വാസന എന്ന് പറയുന്നത് പൂർവജന്മങ്ങളുടെ തുടർച്ചയായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ്. അത് സമയമാകുമ്പോൾ ഒരു ബയോളജിക്കൽ നീഡ്സ് പോലെ കാലം നമ്മളെ പ്രേരിപ്പിക്കും. അതൊരു ബയോളജിക്കൽ സിസ്റ്റമാണത്. ഒരു പെണ്ണ് അറിഞ്ഞുകൊണ്ടല്ല ഒരു പയ്യനെ പ്രേമിക്കുന്നത്, അതൊരു സൈക്കിക് കണക്ഷനാണ്, അതൊരു വൈബാണത്. അതാർക്കും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അത് നേച്ചറിന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണത്. ഒരു മൃഗത്തെ കാണുമ്പോൾ, ഒരു കൊച്ചു മൃഗത്തെ കാണുമ്പോൾ നമുക്കൊരു വാത്സല്യം തോന്നുന്നതും ഉണ്ടോ? ഒരു പൂച്ചക്കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്കൊരു വാത്സല്യം തോന്നുന്നു, ഒരു പട്ടിക്കുട്ടിയെ കണ്ടാൽ നിങ്ങൾക്കൊരു വാത്സല്യം തോന്നുന്നു, അതിനോട് സ്നേഹം തോന്നുന്നു. അത് നമ്മുടെ ഉള്ളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഒരു പ്രകൃതി നിയോഗിതമാണത്. ഇത്തരം ഇൻസ്റ്റിങ്ക്റ്റുകൾ നമ്മളെ പല കാര്യങ്ങളിലേക്ക് നിയന്ത്രിക്കുമ്പോൾ പിന്നീടാണ് നമ്മൾ മനസ്സിലാവുക ജീവിതത്തിൽ ഇതെല്ലാം ചിലപ്പോൾ നമ്മളെ ദുർബലരാക്കി മാറ്റുന്നുണ്ടെന്ന്. ഈ ദുർബലത പലരും കാണുകയില്ല. അതിലടിമപ്പെട്ട് അതിൽ വീണ് ദുർബലരായിട്ടിരിക്കുമ്പോഴാണ് പിന്നെ അത് അപകടമാണെന്ന് അറിയുമ്പോഴേക്കും സമയം കൈവിട്ടുപോയി. പിന്നെ തൂങ്ങി മരണോ, വല്ലവന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയോ, പ്രതിഷേധിച്ചോ, പ്രതികരിച്ചോ, പൊട്ടിത്തെറിച്ചോ ഒക്കെയാണ് അവര് പെരുമാറുകയാണോ. താനൊരു ദുർബലതയിലാണ് പെട്ടതെന്ന് അവര് അറിയുന്നില്ല. അതൊന്ന് പുറത്തു കടക്കാനാണ് അവർ പ്രതിഷേധിക്കുന്നത്. പക്ഷെ പ്രതിഷേധിക്കും തോറും അവർക്ക് തിരിച്ചിങ്ങോട്ടുള്ള ആക്രമണങ്ങൾ കൂടിക്കിട്ടുകയാണ്. അതാണല്ലോ പലപ്പോഴും കൊലപാതകങ്ങൾ സംഭവിക്കണം. ആണോ? പ്രേമം കൊലപാതകമാവുന്നത് എപ്പോഴാ? പ്രേമം കൊലപാതകമാകുന്നത് താനൊരു അപകടം പിടിച്ച ബന്ധത്തിലാണ് പെട്ടതെന്നൊരു കുട്ടി തിരിച്ചറിയുന്നു, അങ്ങനെ എതിർക്കുന്നു, പ്രതികരിക്കുന്നു, പ്രതിഷേധിക്കുന്നു. അത് മറ്റൊരുത്തന് ഇഷ്ടപ്പെടാതെ വരുന്നു, അപ്പൊ അതിനെ ആക്രമിക്കുന്നു. ആണോ? സ്നേഹം കൊണ്ടാരും കൊല്ലുന്ന ചരിത്രം കേട്ടിട്ടുണ്ടോ? എനിക്ക് നിന്നെ ഭയങ്കര സ്നേഹം, അതാ കത്തിയെടുത്തൊരു ഒറ്റ കുത്ത്. ഇന്ന് വരെ ലോകത്തിലുണ്ടായിട്ടില്ല. ഉണ്ടോ? കത്തിയെടുത്ത് കുത്തുന്നതും അല്ലെ കയ്യിൽ കിട്ടിയോണ്ട് തല്ലുന്നതൊക്കെ എവിടെയോ തമ്മിൽ തെറ്റി കലഹിച്ച് ബഹളമുണ്ടാക്കി പ്രതിഷേധിക്കുമ്പോഴാണ്. ആണോ? അപ്പോ അറിയുന്നത് വൈകിപ്പോയി, ഞാനൊരു അപകടത്തിലാണ് പെട്ടതെന്ന്. ഇനി ആ അപകടത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വിവേകവുമില്ല. അപ്പൊ വികാരം കൊണ്ട് പൊട്ടിത്തെറിക്കും. വികാരം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പം രക്ഷപ്പെടുന്നതിന് പകരം
തൻ്റെ അന്ത്യത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഇന്ന് എത്ര കുട്ടികളാണ് പൊരിഞ്ഞു പോകുന്നത്? ആണോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു അപകടത്തിൽപ്പെട്ട സീതാദേവി ഒരു പക്ഷെ നിങ്ങളത് ആലോചിച്ച് നോക്കൂ. രാവണനോട് പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ രാവണൻ 2 കൊടുക്കുമായിരുന്നു. കേറുന്നിട്ടുണ്ടാവും സീതയുടെ കാര്യം. ആണോ? എന്നാൽ അവിടെ ആ വിവേകത്തോടുകൂടി പിടിച്ചു നിന്ന് തിരിച്ചു വരാൻ സീതയ്ക്ക് സാധിച്ചത് അനുഷ്ഠാനത്തിന്റെ ശക്തിയാണ്. ഇതുപോലെ തന്നെയാണ് ഗൗതമന്റെ പത്നിയായ ആരുടെ കാര്യവും? അഹല്യയുടെ കാര്യം. അപ്പൊ ഇവരൊക്കെ ജീവിതത്തിൽ വീണുപോയെങ്കിലും ആ വീഴ്ചയിൽ പൊട്ടിക്കരഞ്ഞോ പൊട്ടിത്തെറിച്ചോ പൊട്ടിത്തകർന്നു പോയവരല്ല. അവരനുഷ്ഠാനം കൊണ്ട്, ഉറക്കെ പറയൂ, ഉയർന്നവരാണ്. അനുഷ്ഠാനം വേണോ ജീവിതത്തിൽ? അനുഷ്ഠാനം വേണോ? ഇതിനൊക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടത്. പക്ഷെ എന്തോ ആരും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ആരും വേണ്ട പോലെ അതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ സൺഡേ ആണ്. ക്ഷേത്രങ്ങളിൽ വരാൻ കുട്ടികൾക്ക് ഈ പാലക്കാട് തന്നെ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങളും ശൂന്യമായിരിക്കും. കാരണം ഇതൊന്നും ആർക്കും താല്പര്യമില്ല. എല്ലാം മൊബൈലിലിരുന്ന് തോണ്ടി 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 അങ്ങനെ ജീവിതം തീർക്കും. എന്നിട്ടാണ് അവർ വിചാരിക്കുന്നത് ഞാൻ MBA ആണ്, അല്ലെങ്കിൽ ഞാൻ MBBS ആണ്, അല്ലെങ്കിൽ ഞാൻ MD ആണ്, അല്ലെങ്കിൽ ഞാൻ IT ആണ്. ഇതൊക്കെ അവർ സ്വപ്നം കാണുകയാണ്. ഇതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അതൊക്കെ ബുദ്ധിയുടെ ചില അറിവുകളാണ്. ഇപ്പുറത്ത് വാസനയുടെ ഒരു മനസ്സുണ്ട്. അത് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഇൻസ്റ്റിങ്ക്റ്റിലൂടെ പ്രവർത്തിക്കും, അത് ഏതൊക്കെ ദുർബലതകൾ ഉണ്ടാക്കും, അതെങ്ങനെ തകർക്കും തളർത്തും എന്നൊന്നും അവര് അറിയുന്നില്ല. മനസ്സിലായില്ലേ? ഇന്നലെയൊക്കെ പത്രം വായിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ പത്രം തന്നെ നമുക്ക് ഇന്നത്തെ ജീവിതത്തെ തുറന്ന് കാണിച്ചു തരുന്ന ഒരു ലോകമാണ്. ആണോ? ആണോ അല്ലയോ? അത് മതി, ധാരാളം. വേറൊന്നും വായിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഭാഗവതവും അല്ലെങ്കിൽ രാമായണമൊക്കെ വായിക്കുമ്പം പത്രം കൂടി വായിച്ചാൽ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് 100% സത്യമാണ് എന്നതിന് വേറെ തെളിവ് വേണ്ട. ഞാൻ ഇന്നലെയൊക്കെയാണ് പത്രം നോക്കിയപ്പം ഒരു വാർത്ത കണ്ടത്. മെഡിസിന് പഠിക്കുന്ന ഒരു കുട്ടി, അവൾ വേറൊരു പെൺകുട്ടിയുടെ വേണ്ടാത്തൊരു ഫോട്ടോ പ്രപ്പോസ് ചെയ്തു. അവൾക്ക് ദേഷ്യം വന്ന, ഒരു പെൺകുട്ടിയോട് ദേഷ്യം വന്ന. എനിക്ക് തോന്നുന്നു വല്ല പ്രേമത്തിലും പെട്ടിട്ടുണ്ടാവും. ഇവള് പ്രേമിക്കുന്ന പയ്യൻ അവളെയും കൂടി കയറി പ്രേമിച്ചിട്ടുണ്ടാവും. ഇവളെന്തോ പോസ്റ്റ് ചെയ്ത് അപകടത്തിലായി. അതാകെ ആ കുട്ടിയെ ഇപ്പോൾ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നോക്കൂ, നിങ്ങൾ നീറ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ട് അപ്പൊ സമരം ഒരു പ്രധാന രാജിവെച്ചത്. ഇത് നീറ്റ് എഴുതി സീറ്റ് കിട്ടിയിട്ടുള്ള കുട്ടി ചെയ്ത പണിയാണ്. വായിച്ചു ആരെങ്കിലും ഒരു കുട്ടിയെ സസ്പെൻഡ് ചെയ്തത്? അങ്ങനെ മെഡിക്കൽ കോളേജിൽ സസ്പെൻഡ് ചെയ്തു. മനസ്സിലായില്ലേ? ഈ തരത്തിൽ ഉള്ള കാര്യങ്ങള്, അതായത് അവനവന്റെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങള് അപകടത്തിലേക്കാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നും അവരറിയുന്നില്ല. അപ്പൊ ഈ നീറ്റ് എഴുതിയതും എൻട്രൻസ് എഴുതി കഷ്ടപ്പെട്ടതൊന്നും അവിടെ ബോധമേ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ വിവേകം എന്ന് പറയുന്നത് കുറഞ്ഞ് വികാരത്തിന്റെ പ്രക്ഷുബ്ധതയില് വികാരത്തിന്റെ താളത്തിൽ കയറി അവസാനം സ്വന്തം ജീവിതം അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് അറിയുന്നില്ല. ശരിയാണോ ഇത് തന്നെയല്ലേ രാമായണത്തിലൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇനിയിപ്പോ ദശരഥന്റെ ചരിത്രമൊക്കെ അതാണ് നമുക്ക് കാണിച്ചു തരാൻ പോണത്. വികാരത്തിന്റെ പ്രക്ഷുബ്ധതയിൽ തകർന്ന് പൊട്ടിത്തകർന്ന് രാമ എന്ന് വിളിച്ച് മരിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ചു. രാമന്റെ അച്ഛനാണ് ഭഗവാൻ. രാമന്റെ അച്ഛന് പോലും സ്വന്തം ദുർവിധിയിൽ മരിക്കേണ്ടി വന്നു. ആണോ? നല്ലൊരു മരണമായിരുന്നോ? ഇല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം നമുക്ക് ഒരു ചോയ്സാണ്. ജീവിതം ഒരിക്കലും ഒരു വിധിയല്ല. ജീവിതം ഒരിക്കലും ഒരു എന്താ പറയാ കാലം നിശ്ചയിച്ചതല്ല. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരു നാണയത്തിന്റെ 2 വശം പോലെ. ഒന്നുകിൽ വികാരങ്ങൾക്ക് വിധേയമായി ജീവിക്കാം, അല്ലെങ്കിൽ വിവേകത്തെ ഉണർത്തുന്ന അനുഷ്ഠാനത്തിലൂടെയും ജീവിക്കാം. അപ്പൊ ഒരു ചോയ്സ് ഉണ്ട്. നാണയത്തിന്റെ ഏത് ഭാഗവും തിരിക്കാൻ നമുക്കൊരു ചോയ്സ് ഉണ്ട്, ഇല്ലേ? ഏത് ഭാഗം നിങ്ങൾക്ക് മുൻഭാഗം വേണം തിരിക്കാം, ടോസ് ചെയ്ത് പുറം ഭാഗം വേണമെങ്കിൽ ആക്കാം. ഇതുപോലെയാണ് ഒന്നുകിൽ വികാരം അല്ലെങ്കിൽ വിവേകം. അപ്പൊ വിവേകത്തിന്റെ തലത്തിലേക്ക് ജീവിതത്തെ ഉയർത്തണമെങ്കിൽ അതിനെന്ത് വേണം? അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കണം. വികാരത്തിനാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യേണ്ടത്. കാലം നമ്മളെ അങ്ങനെ വികാരത്തിന്റെ ലോകത്തിലൂടെ കൊണ്ടുപോയിക്കൊള്ളും. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഇന്ന് നമ്മുടെ തലമുറകളൊക്കെ വികാര ജീവിതത്തിന് വിധേയരാവാൻ തീരുമാനിച്ചവരാണ്. ഒരു വിവേകം ഉണ്ടാവണം. ഒരു അപകടമുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക്
പുറത്തു കടക്കാൻ ഒരു വിവേകബുദ്ധി വേണം, അതിനനുഷ്ഠാനം വേണമെന്ന് മനസ്സിലാക്കിയവര് വളരെ കുറവാണ്. സത്യമാണോ ഞാൻ പറയുന്നത്? സത്യമാണോ പറയുന്നത്? ഇത് മാറ്റിയെടുക്കാനാണ് നമ്മൾ രാമായണത്തെ പഠിക്കുന്നത്. അഹല്യ എന്ന് പറയുന്നത് കല്ലായ പെണ്ണിനെ വീണ്ടും തിരിച്ച് കൊണ്ടുവരുന്ന കഥയല്ല. ഇവിടെ എല്ലാവരുടെ ജീവിതത്തിലും വികാരങ്ങൾ ജീവിതത്തെ ശൂന്യമാക്കാം, എന്നാൽ വിവേകം കൊണ്ട് തിരിച്ച് കയറി വരാം. വികാരം ശൂന്യമാക്കും, വിവേകം ഉയർത്തിയെടുക്കും. അപ്പൊ വികാരത്തിൽ നിന്നും മനസ്സിനെ വിവേകത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ചാൽ ഏത് കല്ലായി കിടക്കുന്ന അഹല്യയും ആരായി മാറും? തിരിച്ച് പുനർഭവിക്കും എന്ന ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ അഹല്യയുടെ കഥ. അതെങ്ങനെ മനസ്സിലായി? വിവേകം കൊണ്ട് ഉയരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ അഹല്യാദേവി പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ ഭഗവാനോട് ചോദിച്ചത്. എന്താ ചോദിച്ചത്? എവിടെ ഞാൻ ജീവിച്ചാലും അവിടുത്തെ പാദബോധവും നാമബോധവും എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. പാദബോധം വിനയത്തിനും നാമബോധം വിവേകത്തിനും വികാസത്തിനും വേണ്ടി എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇവിടെ അഹല്യാദേവി അവതരിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവണം. വികാരമാണ് താഴ്ത്തിയത്, വിവേകമാണ് ഉയർത്തുന്നത്. ഇത് അഹല്യയ്ക്ക് മാത്രമുള്ളതാണോ അതോ എല്ലാവർക്കും വേണ്ടതാണോ? വേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ തലമുറകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണം അവർ കാലം അനുവദിക്കുന്ന, പ്രകൃതി അനുവദിക്കുന്ന വികാരങ്ങളിൽ മാത്രം ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കാൻ. എന്നാൽ അവർക്കൊരു ചോയ്സ് ഉണ്ടോ, സ്വാതന്ത്ര്യമുണ്ടോ വികാരത്തിൽ അല്ല വിവേകത്തിൽ ജീവിക്കാൻ? അവർക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. അവർക്ക് അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവും ശക്തിയും പ്രാപ്തിയും സ്വാതന്ത്ര്യവും ഉണ്ടോ? ഇല്ല. ഉണ്ട്. പക്ഷെ അവരതിനെക്കുറിച്ചൊന്നും ഒട്ടും ചിന്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് അധപ്പതനം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ജീവിതത്തെ കാണിച്ചു തരാണ്. അതെന്താ അറിയോ? നമുക്ക് ചെറുപ്പത്തിലൊന്നും തോന്നില്ല വലുത്. നമ്മുടെ വിചാരം ഇന്ന് അച്ഛനും അമ്മയുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഇതാണ് ജീവിതം എന്നുള്ളതാണ് തോന്നുന്നത്. പക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യൻ ഒരു കുട്ടി അച്ഛൻ്റെ കൂടെ ശബരിമലയ്ക്ക് പോകണം. ആ കുട്ടിയുടെ വിചാരം എന്താണ്? എന്നെ നോക്കാൻ ആരുണ്ട്? അച്ഛനുണ്ട് എന്നാണ്. കുട്ടി ആ ഒരു ധൈര്യത്തിലാണ് പോകുന്നത്. എന്നാൽ അവിടെ ഭയങ്കര തിക്കും തിരക്കും ബഹളവും വന്ന് കുട്ടി ഒറ്റപ്പെട്ടു പോയി, അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ആ ഒറ്റപ്പെടൽ വരുമ്പോഴാണ് കുട്ടി അവിടുന്ന് കരച്ചിലും ബഹളവും, അച്ഛനെ കാണുന്നില്ല. ഇല്ലേ? ഇനി ആര് കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല. ഇതുപോലെ ഇത് കുട്ടിയുടെ കഥ പോലെയാണ് പലരുടെയും ജീവിതം. എല്ലാവരും ഉള്ളപ്പോൾ നമ്മൾ സുരക്ഷിതരാണ് നമുക്ക് തോന്നും. പിന്നീട് ഒറ്റപ്പെടലുകൾ വരുമ്പോഴാണ്, കുറ്റപ്പെടുത്തലുകൾ വരുമ്പോഴാണ്, തന്നെ മാനസികമായി പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ്, തനിക്ക് അവഗണനകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാവുക ഞാൻ അത്ര സുരക്ഷിതയല്ല, എനിക്ക് എവിടെയോ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരം നഷ്ടങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്ന് പെട്ടെന്ന് തോന്നില്ല. അപ്പൊ ചിലർക്ക് എന്ത് ചെയ്യും? പ്രകോപനം കൊണ്ട്, എടുത്തുചാട്ടം കൊണ്ട് തീർത്തേക്കും ജീവിതം. ഇനി ഇവിടെ ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ആ മാനസികമായ പ്രക്ഷുബ്ധതയെ, മാനസികമായ സംഘർഷത്തെ അവർക്ക് അതിവർത്തിക്കാൻ മാനസികമായൊരു മനോബലമില്ലാതെ പോയി. അപ്പൊ നോക്കൂ, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ, കേവലം ഒരു ലൗകികമായ സുഖത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം കംഫർട്ടബിൾ ആണെന്ന് തോന്നിയാലും കാലം ഏതെങ്കിലും ഘട്ടത്തിൽ എന്നെ ഒറ്റപ്പെടുത്തിയ ഗൗതമന്റെ ഭാര്യ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവോ ഒരു ഇന്ദ്രൻ വേഷം മാറി വരുന്നുള്ളത്? വരുന്നു വിചാരിച്ചിട്ടുണ്ടാവോ? ആരെങ്കിലും വിചാരിക്കുമോ? ആരും വിചാരിക്കില്ല. പക്ഷെ അത് സംഭവിക്കുകയാണ്. കാലം അങ്ങനെ ചില പരീക്ഷണങ്ങളിലൂടെ ജീവിതത്തെ കൊണ്ടുപോവുകയാണ്. പക്ഷെ അവിടെ നമ്മൾ പഠിക്കേണ്ടത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റിനെ തന്നെ സ്മരിച്ച് സ്മരിച്ച് വെന്തു നീറി ജീവിക്കുന്ന അഹല്യയല്ല. സാധനാനുഷ്ഠാനം കൊണ്ട് വീണ കുഴിയിൽ നിന്നും അല്ലെങ്കിൽ വീണ അപകടത്തിൽ നിന്നും തന്നെ ഉയർത്തിയെടുക്കുന്ന ഒരു വിവേകിയായ
അഹല്യയാണ്. വികാരം തന്നെ വീഴ്ത്തി, വികാരം കൊണ്ട് താൻ ഉയർന്നു. അറ്റ്ലീസ്റ്റ് ഈ ചിത്രമെങ്കിലും മനസ്സുകളിൽ വെക്കാൻ സാധിച്ചാൽ ഒരു തലമുറയെ നമുക്ക് രക്ഷിക്കാനുള്ള 2 വാക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒന്ന്, പ്രകൃതിയുടെ വികാരം താഴോട്ടും നിരന്തരമായ പ്രയത്നത്തിന്റെ അനുഷ്ഠാനത്തിന്റെ വിവേകം നമ്മൾ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. ഈ സ്വാതന്ത്ര്യം നമ്മൾ തീരുമാനിക്കണം. വെറും പ്രകൃതിക്ക് വിധേയമായി ജീവിച്ചാൽ മതിയോ, അതോ ഞാൻ എൻ്റെ ജീവിതത്തിൽ അല്പസമയം അനുഷ്ഠാനങ്ങളിലൂടെ വിവേകത്തിന്റെ ശക്തി എൻ്റെ ഉള്ളിൽ ഉയർത്തേണ്ടതുണ്ടോ? മനസ്സിലായില്ലേ? ഇപ്രകാരം ഇതൊക്കെ നല്ല ചിന്തനങ്ങളാണ്, ആണോ അല്ലയോ? ഇന്നത്തെ തലമുറയ്ക്ക് രാമായണത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു പ്രചോദനങ്ങളായി മാറട്ടെ. അപ്പൊ ഇങ്ങനെ ഓരോ കഥാപാത്രത്തെയും നമ്മൾ ആഴത്തിൽ പഠിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ ജീവിതത്തേക്ക് വേണ്ടുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം രാമായണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നീട് രാമനും അതുപോലെ ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും വിദേഹ രാജാവിന്റെ, അതായത് ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോവാണ്. അപ്പൊ അവിടെയാണെങ്കിലോ വലിയ ഉത്സവമാണ്, ധനുർ യാഗ ഉത്സവമാണ്. എല്ലാവരും അവിടെ ധനുസ് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ആ യാഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആരാണോ ഞാൻ വലിച്ചു കെട്ടുന്നത്, അതിൻ്റെ ഇടയിൽ വില്ല് പൊട്ടിയാൽ പോലും ഞാൻ വലിച്ചു കെട്ടുന്നത്, ആ കെട്ടുന്ന ആൾക്ക് സീതാദേവിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ധാരാളം രാജാക്കന്മാര് അവിടെ എത്തിച്ചേർന്നു. അവിടേക്കാണ് രാമനും ലക്ഷ്മണനും ആരും വരുന്നത്? വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്ര മഹർഷി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ജനക മഹാരാജാവിന് വലിയ ബഹുമാനമായി. ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലും ഒരു ആചാര്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു വായിച്ചിട്ടുണ്ടോ അതൊക്കെ? ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലും ഒരു ആചാര്യനുണ്ട് അദ്ദേഹത്തിന്. ആരാണ്? ഇനി ഒന്നുകൂടി പറഞ്ഞാൽ ഗൗതമി പുത്രനും കൂടിയാണ് അദ്ദേഹം. ഗൗതമി പുത്രനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? നിങ്ങൾ നല്ല രാമായണ വായനക്കാരാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? സദാനന്ദ മഹർഷി. എന്താണ് അദ്ദേഹം? അല്ലെ, സദാനന്ദ മഹർഷി. സദാനന്ദനല്ല, ശരത്കാലം, ശബരിമല. അപ്പൊ സദാനന്ദ മഹർഷി. എന്താണ്? സദാനന്ദ മഹർഷി. അപ്പൊ ഇദ്ദേഹം ഗൗതമി പുത്രനും കൂടിയാണ്. ആരുടെ കാര്യമാണ് പറയുന്നത്? സദാനന്ദ മഹർഷി ആരുടെ പുത്രനാണ്? ഗൗതമി പുത്രനാണ്. അപ്പൊ തൻ്റെ അമ്മ തിരിച്ച് പഴയ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുന്നു തപസ്സുകൊണ്ട്. രാമന്റെ പവിത്രമായ ഒരു സന്നിധിയിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും ഇത് കേട്ടറിഞ്ഞപ്പോൾ, ആ രാമനോടുള്ള സദാനന്ദ മഹർഷിയുടെ ആദരവും ബഹുമാനവും വളരെയധികം കൂടി. അവരെ വളരെ, രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷിയെയും വളരെ ആദരവോടെ സ്വീകരിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ അവർക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പിറ്റേ ദിവസം അവിടെ ധനുർ യാഗത്തിന്റെ ഭാഗമായി, ധനുർ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ആ വില്ല് രാമന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പൊ രാമൻ നോക്കുമ്പോൾ ധാരാളം രാജകുമാരന്മാര് ഈ കടിഞ്ഞാണ് കെട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ കെട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഞാണ് കെട്ടുന്നത് സീതയെ കെട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ സീതയെ കെട്ടണമെങ്കിൽ ഏത് കെട്ടണം? ഞാണ് കെട്ടണം. ഞാണ് കെട്ടിയാലേ ആരെ കിട്ടുള്ളൂ? സീതയെ കിട്ടണം. അങ്ങനെ ഇവരുടെയൊക്കെ മുന്നില് ആ വില്ല് കൊണ്ടുവയ്ക്കാൻ തന്നെ 10-20 വേണമെന്നാണ്. അത്ര ഭാരമുള്ളൊരു വില്ലായിരുന്നു അത്. നമുക്ക് ഈ കഥകളൊന്നും പറയുമ്പോൾ അത്ര മനസ്സിലാവില്ലേ. ഇത് നമ്മളിങ്ങനെ ചരിത്രങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് തന്നെ അത്ഭുതം വരിക. ഞാൻ ഒരിക്കല് നമ്മുടെ ഉദയ്പൂർ പാലസിൽ അവർ വെച്ചിട്ടുണ്ട്. അവിടെയല്ല, അവിടുന്ന് കുറച്ച് ദൂരെ വേറെ മ്യൂസിയത്തിലാണ്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടെ
റാണ പ്രതാപ് സിംഗിന്റെ വാള് വെച്ചിട്ടുണ്ട്. ആരുടെ? അതിന്റെ ഭാരം എഴുതി വെച്ചിരിക്കുന്നത്, ഭാരം മൊത്തം 8 കിലോ ആണ്. എത്ര കിലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. 8 കിലോ ഭാരമുള്ള ഒരു സാധനം ഇങ്ങനെ പൊക്കി അതുകൊണ്ട് യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അത്രയും കൈക്ക് മസിൽ പവർ അന്നത്തെ കാലത്തെ അവർക്ക് ഇത് തൂക്കിയെടുക്കണ്ടേ? അത്രയും പവർ വേണ്ടേ? വേണോ വേണ്ടേ? ചിന്തിച്ചു നോക്കൂ. അതിപ്പോ നമ്മുടെ ആൾക്കാരോട് എടുക്കാൻ പറഞ്ഞാൽ, നിങ്ങളോട് എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതേ ഒറ്റ കൈ കൊണ്ട് തൂക്കി വലിച്ച് നടക്കുന്ന സാധനം നമ്മളോട് എടുക്കാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒന്നും സംഭവിക്കില്ല. എളുപ്പമാണോ അത് പൊക്കല്? എളുപ്പമാണോ അത് പൊക്കല്? അല്ല, അത്രയും ഭാരമുള്ള സാധനമാണ് ഈ എന്താണ് ഇങ്ങനെ പൊക്കി യുദ്ധം ചെയ്ത് കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ ആഞ്ഞ് വെട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ തരത്തിലുള്ള ആയുധങ്ങൾ അന്നുള്ളവര് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഈ വില്ലിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനെയാണ് പൊക്കി എന്ത് കെട്ടേണ്ടത്? ഞാണ് കെട്ടേണ്ടത്. അപ്പൊ ഓരോരുത്തരും അവിടെ നിന്ന് ഇങ്ങനെ ഞാണ് കെട്ടാൻ വന്നിട്ട് അവരുടെ ഞാണേ പോയി. കാരണം അവർക്ക് കുനിഞ്ഞവർക്ക് പൊങ്ങാൻ പറ്റുന്നില്ല, മസിൽ പിടുത്തിയുള്ളൂ, പലതരത്തിലും അവരൊക്കെ പരാജയപ്പെട്ടു. ആർക്കും പറ്റാതെ വന്നപ്പോ രാമന്റെ നേരെ വിശ്വാമിത്ര മഹർഷി നോക്കിയിട്ട് രാമനോടൊന്ന് രാമൻ അതുവരെ വിചാരിച്ചിട്ടില്ല. അപ്പൊ വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് രാമൻ ഞാണ് കെട്ടാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ആ ഞാണ് കെട്ടി എന്ത് സംഭവിച്ചു എന്നുള്ളത് നാളെ നമുക്ക് കാലത്ത് സീതാ സ്വയംവരത്തെ നമുക്ക് കാണാം. ഇപ്പൊ ഇത്രയും മതി. സീതാ സ്വയംവരം നമുക്ക് നാളെ കാണാം കാലത്ത്. എന്താണ് സീതാ സ്വയംവരം? എന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം ജനക മഹാരാജാവ് വെച്ചിരിക്കുന്നത്? ഇതൊക്കെ എന്ത് ഉദ്ദേശത്തിലാണ്? ഇതൊക്കെ നമുക്ക് നാളെ നമുക്ക് നോക്കാം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. യോഗിമാരുമായി ചെന്നു യാഗരക്ഷ ചെയ്തു വില്ലൊടിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പാദം തന്റെ ആജ്ഞ കേട്ടു രാജ്യവും കിരീടവും ത്യാഗം ചെയ്തു കാടുപുക്ക രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ചാരനായി വന്നണഞ്ഞ മാനിനെ പിടിക്കുവാൻ ജാനകിയെ വിട്ടകന്ന രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഭിക്ഷുവായി വന്നടഞ്ഞ ദുഷ്ടനായ രാവണൻ ലക്ഷ്മിയെയും കൊണ്ടുപോയി രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ
ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഭിന്നയായ ശോകവനം തന്നിൽ വാണദേവിയെ ചെന്നു കണ്ടു വായുപുത്രൻ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. വാനരപ്പടയുമായി കടൽ കടന്നു ചെന്നുടൻ രാവണനെ നിഗ്രഹിച്ച രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പുസ്തകം കരേറി സീതാലക്ഷ്മണ സമേതനായി തുഷ്ടി പുണ്ടയോധ്യ ചെമ്മ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പത്മനാഭ പരമ പുരുഷ ഭക്തി മുക്തിദായക പങ്കജാക്ഷ ആദിനാഥ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നാരദാദി സേവിതാ കൃപാലയാ നമോസ്തുതേ. വാരിജാസനാദി വന്ദ്യ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ചക്രധാരി വാസുദേവ മാധവ ജനാർദ്ദന ചക്രസോദരാച്യുത മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. ജാനകി
മുകുന്ദമുരാരേ ശരണം മേധവ ശരണയുഗം രാമസുരേശ രാധാകൃഷ്ണ ശരണം മേധവ ശരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവ ശരണയുഗം സദാ ശിവ ശംഭോ ശങ്കര ശരണം മേധവ ശരണയുഗം ഹരിഹരപുത്ര ആശ്രിത വത്സല ശരണം മേധവ തവ ശരണം രാധാരമണ മുകുന്ദ മുരാരി ശരണം മേധവ ശരണയുഗം അയോധ്യവാസി ശ്രീരാമചന്ദ്ര ശരണം മേധവ ശരണയുഗം ശരണം മേധവ ശരണയുഗം ശരണം മേധവ ശരണയുഗം ശരണം 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 ആത്മനാ വാ പ്രകൃതേ സ്വഭാവോ കരോമ്യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം സർവത്ര ഗോവിന്ദനാമ സംഗീതനം ഗോവിന്ദ ഗോ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇന്നത്തെ ഈ യജ്ഞം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. നാളെ കാലത്ത് 6:30 മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ആരംഭിക്കും. ഇവിടെ മറ്റന്നാള് 28 29 ഗുരുപൂർണിമ 29 29 ഇന്ന് 26 അല്ലേ? ഇന്ന് 25 ഇന്ന് എത്രയാ ദിവസം? എനിക്ക് തോന്നുന്നു എന്റെ തലയിലില്ല കേട്ടോ, ക്ഷമിക്കണേ. എനിക്ക് ദിവസവും നാളും നക്ഷത്രമൊന്നും എന്റെ തലയിലില്ലാത്ത ഒരാളാണ്. അപ്പൊ 29 ഇവിടെ ഗുരുപൂർണിമ ആഘോഷിക്കുകയാണ്. ഇവിടെ പാതുക ശ്രീ ഭഗവാന്റെ ആദിശങ്കരാചാര്യ സ്വാമികളുടെ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ പാതുകങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ പ്രദക്ഷിണവും അത് കഴിഞ്ഞ് പാതുകത്തിൽ അഭിഷേകവും അർച്ചനയും നിങ്ങൾക്കെല്ലാവർക്കും അന്ന് പുഷ്പാർച്ചന ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. അന്ന് ഗുരുപൂർണിമയാണ്. അപ്പൊ നമ്മൾ ഗുരുപാതുക സ്തോത്രം, ഗുരുവിന്റെ അഷ്ടോത്തരം ഇതെല്ലാം അന്നിവിടെ ചൊല്ലി അഭിഷേകവും അർച്ചനയും അവസാനം കർപ്പൂര ദീപാരാധനയൊക്കെ കാണിക്കും. അന്നത്തെ ദിവസം ഇവിടെ മറ്റൊരു പ്രത്യേകത, രാധാകൃഷ്ണ വിഗ്രഹം ഇവിടെ അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇന്നത്തെ 29-ാം തീയതി ഗുരുപൂർണിമ ദിവസം നടക്കുന്ന ചടങ്ങ്. ഞാനൊന്ന് മുൻകൂട്ടി അറിയിച്ചു എന്ന് മാത്രം. പിന്നെ ഇനി നമുക്ക് വൈകുന്നേരം ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പാവക്കൂത്ത് നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. പാവക്കൂത്തിന്റെ ആ ഒരു തുടക്കം എങ്കിലും കണ്ടിട്ടേ നമ്മൾ പോവാവൂ. കാരണം ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നാണ്. എല്ലാവരും അത് കണ്ട് എന്നിട്ട് നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പൊ സമയം ഒട്ടനവധി എടുക്കുന്നതുകൊണ്ടായിരിക്കും പലർക്കും പോകാനുള്ള ധൃതി. കാലത്ത് രാവിലെ വീണ്ടും 6:30 മണിക്ക് വരണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നേരത്തെ വരികയും വേണം. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരണം. കാരണം നാളെ നമ്മൾ കാണുന്ന കുറേ ഭാഗങ്ങൾ രാമന്റെ ജീവിതത്തിലെ സങ്കീർണതകൾ, സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ, പ്രശ്നങ്ങൾ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന താളം തെറ്റലുകൾ, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിലും വരാം. ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ മറികടക്കേണ്ടത്
അപ്പൊ അതിനൊക്കെ നമുക്ക് വഴി കാണിക്കുന്ന ഈ കൃതി പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറ നല്ലോണം മനസ്സിലാക്കിയാൽ ഒരു വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ അവർക്ക് എളുപ്പം പുറത്തു കിടക്കാം. അപ്പൊ നാളെ നമുക്ക് രാമന്റെ വനവാസ യാത്രയും പിന്നീട് വനത്തിൽ രാമൻ കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന വൈകാരികതയൊക്കെയാണ് നാളെ നമുക്ക് കാണാനുള്ളത്. അപ്പൊ നാളെ നമുക്ക് രാമന്റെ വനത്തിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് നാളെ അത് കൂടുതൽ അങ്ങനെ പോവാം. അഗസ്ത്യാശ്രമം ലക്ഷ്മണോപദേശം വരെ നാളെ വനത്തിലേക്ക് കയറില്ല, നാളെ കയറും. ലക്ഷ്മണോപദേശം അതിഗംഭീരമായൊരു ഭാഗമാണത്. എല്ലാവരും